Dear students, ഈ ക്ലാസ്സിലൂടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിൻ്റെ കണ്ടിന്യൂവേഷനാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ 3 പ്രിൻസിപ്പിൾ നേരത്തെ നോക്കേണ്ടായി അല്ലേ. ഇൻഷൂറബിൾ ഇൻട്രസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നമ്മൾ നോക്കി. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി എന്താണ്, അതിൻ്റെ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടായി. ക്ലിയർ. അതുപോലെ തന്നെ വരുന്ന വേറൊരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ. ക്ലിയർ. അപ്പോൾ എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ? 4ാമത്തെ പ്രിൻസിപ്പിളാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റിൽ 5 എന്ന് വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. സോ മേക്ക് ഇറ്റ് ആസ് 4. ക്ലിയർ. സോ പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ. So the doctrine of subrogation is the corollary to the principle of indemnity. Clear. And it applies only to fire and marine insurance. Indemnity ബാധകമായിട്ടുള്ള ജനറൽ ഇൻഷുറൻസ് പോളിസികൾക്ക് ബാധകമായിട്ടുള്ള, പ്രത്യേകിച്ച് മറൈൻ ആൻഡ് ഫയർ ഇൻഷുറൻസ് പോളിസികൾക്ക് ബാധകമായിട്ടുള്ള ഒരു കേസാണ്. ക്ലിയർ. ഇതിന് മാത്രമല്ല, ജനറൽ ഇൻഷുറൻസിൻ്റെ കേസിലെല്ലാം ബാധകമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് എന്ത്? സബ്രഗേഷൻ പ്രിൻസിപ്പിൾ. ക്ലിയർ. സോ സബ്രഗേഷൻ പ്രിൻസിപ്പിൾ ഏതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? അതുകൊണ്ട് തന്നെ ഇൻഡെംനിറ്റി. എവിടെയാണോ ഇൻഡെംനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നത് അവിടെ മാത്രമേ സബ്രഗേഷന് സാധ്യതയുള്ളൂ. ഇപ്പം ഇൻഡെംനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാത്ത ഇൻഷുറൻസ് ഉണ്ടോ? അല്ലേ, നമ്മൾ പഠിച്ചിരുന്നു നേരത്തെ അല്ലേ. ഇൻഡെംനിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു, ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ, പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസിൻ്റെ കേസിലൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇൻഡെംനിറ്റി നമ്മൾ അപ്ലൈ ചെയ്യാറില്ല. സോ ഇൻഡെംനിറ്റി പ്രിൻസിപ്പിൾ വിൽ നോട്ട് ബി അപ്ലിക്കബിൾ ടു ഇൻ ദോസ് കേസസ്. ക്ലിയർ. വെയർ the policy is, the subject matter of life insurance is life of a person. Clear. Or it is being insured for protecting from the personal accidental insurance. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു? ഇൻഡെംനിറ്റി ബാധകമല്ല. അതുകൊണ്ട് സബ്രഗേഷൻ അവിടെ ബാധകമല്ല. ക്ലിയർ. അപ്പോൾ ഇൻഡെംനിറ്റി അപ്ലിക്കബിൾ ആയിട്ടുള്ള പോളിസികൾക്ക് എന്ത് ബാധകമാണ്? സബ്രഗേഷൻ. മിക്കവാറും പോളിസികൾക്കും സബ്രഗേഷൻ ബാധകമാണ്. ഓക്കെ. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡോക്ട്രിൻ ഓഫ് റൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിന് എന്തുകൂടെ പേര് പറയുന്നു? ഡോക്ട്രിൻ ഓഫ് റൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൂടെ പറയുന്നു അല്ലേ. അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. ആരുടെ റൈറ്റാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലേ? നമുക്കറിയാം, ഇൻഷുർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലേ, ഇൻഷുർഡിന് ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇൻഷുർ ചെയ്തു അല്ലേ. സ്റ്റോക്കാണ് ഇൻഷുർ ചെയ്യുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ ബിൽഡിംഗ് ആണ് ഇൻഷുർ ചെയ്യുന്നത് വിചാരിക്കുക. ക്ലിയർ. ഇൻഷുറൻസ് ഈ ഇൻഷുർഡിന് ഈ സ്റ്റോക്കിന് മുകളിൽ എന്തുണ്ട്? ഓണർഷിപ്പ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് ഇൻഷുറൻസ് പോളിസി എടുത്തത് അല്ലേ. നമ്മുടെ ഇൻഷുറൻസ് കമ്പനി, ക്ലിയർ, കമ്പനിക്ക് ഈ സ്റ്റോക്കിന് മേൽ ഓണർഷിപ്പ് ഉണ്ടോ? ഇല്ല അല്ലേ. പക്ഷേ എന്ത് ചെയ്യുന്നു? ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഇനി ഫയർ സംഭവിച്ചു, സ്റ്റോക്ക് നഷ്ടപ്പെട്ടു, കുറച്ച് സ്റ്റോക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അതിനെന്ത് ചെയ്യാൻ പറ്റുന്നു? മറ്റുള്ള തരത്തിൽ റീസെയിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോട്ടോർ വെഹിക്കിളാണെന്ന് വിചാരിക്കുക. മോട്ടോർ വെഹിക്കിൾസ് അല്ലേ, അതിനെ പുനരുപയോഗിക്കാൻ പറ്റാത്ത വിധം അത് കേട് വന്നിട്ടുണ്ട്. പക്ഷേ അതിനെ സ്ക്രാപ്പ് വാല്യൂയിൽ കൊടുക്കാൻ പറ്റും എന്ത് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ള കേസിലൊക്കെ എന്ത് ചെയ്യുന്നു? പ്രോപ്പർട്ടി ബിലോങ്സ് ടു ഇൻഷുർഡ്. അതിൻ്റെ റൈറ്റ് ആർക്കുള്ളതാണ്? ഇൻഷുർഡിനാണ്. ക്ലിയർ. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ. ആക്സിഡൻറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഫയർ സംഭവിച്ചു. അപ്പോൾ ബിൽഡിങ്ങോ സ്റ്റോക്കോ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിളോ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിൻ്റെ കോമ്പൻസേഷന് വേണ്ടി, ക്ലെയിമിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനി സമീപിച്ചിട്ടുണ്ടാവും. ഇൻഷുറൻസ് കമ്പനി ഒന്നും അവരുടെ വാല്യൂവേഴ്സിനും അസസേഴ്സിനെയൊക്കെ വിട്ടത് അസസ് ചെയ്യും അല്ലേ. അത് ഇറപ്പറബിളി ഡാമേജ്ഡ് ആണോ നോക്കും. റിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ വെഹിക്കിളിൻ്റെ മുഴുവൻ വാല്യൂ ആർക്ക് കൊടുക്കും? റീപ്ലേസ്മെൻറ്റ് വാല്യൂ ആർക്ക് കൊടുക്കുന്നു? ഇൻഷുർഡിന് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ മുഴുവനായിട്ട് കൊടുക്കും. ഇൻഷുർ ചെയ്ത തുക മുഴുവനായിട്ട് കൊടുത്തു. ഇൻഡെംനിറ്റി നഷ്ടം സംഭവിച്ചിരിക്കുന്നത് മുഴുവനായിട്ട് കൊടുത്തു. അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻഷുർഡ് സബ്ജക്റ്റ് മാറ്ററിൽ, ഇൻഷുർ ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് മാറ്ററിൽ ഇൻഡെംനിറ്റി പ്രിൻസിപ്പിൾ ബാധകമായിട്ടുള്ള പോളിസികളിലെ സബ്ജക്റ്റ് മാറ്ററിന് കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ക്ലിയർ, അതിൻ്റെ സെറ്റിൽമെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ക്ലിയർ, ഇവിടെ ഇൻഷുറൻസിൻ്റെ നിയമം അനുസരിച്ച് പറയുന്നു അല്ലേ, ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കിന് പകരമോ ബിൽഡിങ്ങിന് പകരമോ മോട്ടോർ വെഹിക്കിളിന് പകരമായിട്ടുള്ള കോമ്പൻസേഷൻ ആർക്ക് കിട്ടിക്കഴിഞ്ഞു? ഇൻഷുർഡിന് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ക്ലിയർ, ഇൻഷുർഡിൻ്റെ റൈറ്റ്, ഈ പ്രോപ്പർട്ടി മുകളിൽ പിന്നെ ഉണ്ടാവുന്ന റൈറ്റ് ആരിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും? ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ക്ലിയർ. ഇനി ഈ ബാക്കിയുള്ള കേട് വന്നിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ അതിന് സ്ക്രാപ്പ് വാല്യൂയിൽ കൊടുക്കാനുള്ള അവകാശം ആർക്കാണുള്ളത്? ഇൻഷുറൻസ് കമ്പനിക്കാണ്. ഡാമേജ് ചെയ്ത സ്റ്റോക്ക് ആണെങ്കിൽ ആ സ്റ്റോക്കിനെ റിയലൈസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണുള്ളത്? ഇൻഷുറൻസ് കമ്പനിക്കാണ്. ഡാമേജ്ഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക, അതിന് റീസെയിൽ വാല്യൂ ഉണ്ടെങ്കിൽ റീസെയിൽ ചെയ്യാൻ പറ്റുന്നതിന് ആർക്കാണ്
ഇതിൻ്റെ റൈറ്റ് കിട്ടുക ഇൻഷുറൻസ് കമ്പനിക്കാണ്. ഇങ്ങനെയുള്ള റൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, റൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. ക്ലിയർ? ഒരാളുടെ ഓണർഷിപ്പിൽ ഉണ്ടാകുന്ന ഓണർഷിപ്പ് റൈറ്റ് എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ ബിക്കം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ടു ഇൻഷുറൻസ് കമ്പനി ബിക്കോസ് ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ. ക്ലിയർ? ഈ പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് സബ്രോഗേഷൻ. ക്ലിയർ? അപ്പോൾ എപ്പോഴാണ് ബാധകമാകുക, ഒരു സബ്ജക്റ്റ് മാറ്റർ അല്ലേ ക്ലെയിം വരുന്നതിൻ്റെ ഫലമായി, സെറ്റിൽമെൻറ്റിൻ്റെ ഫലമായി ഇൻഷുറൻസ് കമ്പനി അതിന് മുകളിലുള്ള ഇൻഡംനിറ്റി മുഴുവനായിട്ട് കൊടുത്തു തീർത്തിട്ടുണ്ടെങ്കിൽ, അല്ലേ, ഇൻഡംനിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്ലിയർ, അവിടെ ആ കേസിൽ ആ സബ്ജക്റ്റ് മാറ്റർ കേട് വന്നിട്ടുള്ള ആ സബ്ജക്റ്റ് മാറ്ററിൽ സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുള്ള ആ സബ്ജക്റ്റ് മാറ്ററിന് മുകളിലുള്ള റൈറ്റ് ആരിലേക്ക് പാസ് ഓൺ ചെയ്യപ്പെടുന്നു, ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പാസ് ഓൺ ചെയ്യപ്പെടുന്നു. ആരിൽ നിന്ന് പാസ് ഓൺ ചെയ്യപ്പെടും, ഇൻഷുർഡ് പേഴ്സണിൽ നിന്ന് പാസ് ഓൺ ചെയ്യപ്പെടും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഇൻഷുർഡ് പേഴ്സൺ പിന്നെ ഒരു എഗ്രിമെൻ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇതിന് അയാളുടെ കമ്പനിയുടെ പേരിൽ ആക്കി കൊടുക്കേണ്ട കാര്യമില്ല. പകരം എന്താണ്, ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ട്രാൻസ്ഫേർഡ്, ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ക്ലിയർ? കാരണം എന്താ, ദ ഇൻഷുറൻസ് കമ്പനി ഹാസ് പെയ്ഡ് the compensation to the insured, clear, for settlement of the claim. Clear? ഏതിനു വേണ്ടി, ഈ സെയിം സബ്ജക്റ്റ് മാറ്ററിന് വേണ്ടി. അതുകൊണ്ട് തന്നെ അതിൻ്റെ റൈറ്റ് പിന്നീട് ആർക്ക് കിട്ടുന്നു, ഇൻഷുറൻസ് കമ്പനി കിട്ടുന്നു. സോ according to subrogation principle, when an insured has received full indemnity in respect of the loss, then all the rights and remedies which he has against the third person will pass to the insured and will be exercised in his benefit until he, that is the insurer, recoups the amount he has paid under the policy. Clear? അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രിൻസിപ്പിളിനെയാണ് എന്ത് പറയുന്നത്, സബ്രഗേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരു മോട്ടോർ വെഹിക്കിൾ കേട് വന്നു. ക്ലിയർ? ദാറ്റ് ഈസ് ഒരാൾ ബിൽഡിംഗ് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ക്ലിയർ? ബിൽഡിംഗ് ഇൻഷുറൻസ് ഫോർ എക്സാമ്പിൾ. ക്ലിയർ? ചെറിയൊരു വീട് കിട്ടി, വേറൊരാളൊരു മോട്ടോർ വെഹിക്കിളിൽ കൊണ്ടുവന്നു, ഈ ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു. ക്ലിയർ? ഈ ബിൽഡിങ്ങിന് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് കമ്പനിയിലേക്ക്. അപ്പോൾ ഇൻഷുർഡിന് എന്ത് കിട്ടണം, ഇതിൻ്റെ കോമ്പൻസേഷൻ കിട്ടുന്നു. വീട് മുഴുവനായിട്ടും ഡാമേജ്ഡായി, കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ്ഡായി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, ഇതിൻ്റെ പൈസ മുഴുവൻ കൊടുക്കും, അല്ലേ, ബിൽഡിങ്ങിൻ്റെ പൈസ മുഴുവൻ കൊടുത്തു. അങ്ങനെ ബിൽഡിങ്ങിൻ്റെ പൈസ മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രാപ്പ് മെറ്റീരിയൽ ഉണ്ടാവും അവിടെ, അല്ലേ, ബിൽഡിങ്ങിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. ഈ മെറ്റീരിയൽസിൻ്റെ മുകളിലുള്ള റൈറ്റ് ആരുടെയായിട്ട് മാറും, ഇൻഷുറൻസ് കമ്പനിയുടേതായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ 20 lakh rupees ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക, അത് മുഴുവനായിട്ട് ഇൻഷുറൻസ് കമ്പനി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രാപ്പ് ആർക്കെടുക്കാം, ഇൻഷുറൻസ് കമ്പനിക്ക് എടുക്കാം. ബിക്കോസ് ഇൻഷുറൻസ് കമ്പനി ഹാസ് പെയ്ഡ് the full amount, clear, of 20 lakh rupee, which is being the cost of the building, clear, as a settlement, claim settlement, clear, to the insured person. And therefore all the scrap material available, clear, can be resold by insurance company. ഇനി ഈ സ്ക്രാപ്പ് മെറ്റീരിയൽ മുഴുവൻ വിറ്റപ്പോൾ 25 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് മുഴുവൻ എടുക്കാൻ പറ്റില്ല. ഈ 5 ലക്ഷം രൂപ ആർക്ക് തിരിച്ചു കൊടുക്കണം, ഇൻഷുറൻസിന് കൊടുക്കണം. ക്ലിയർ? അപ്പോൾ എത്ര രൂപയാണോ ഇയാൾ ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേഷൻ കൊടുത്തിരിക്കുന്നത്, അതിന് തുല്യമായിട്ടുള്ള തുക ഇതിൽ നിന്ന് ഈടാക്കി കഴിഞ്ഞ് വീണ്ടും സർപ്ലസ് ഉണ്ടെങ്കിൽ അതിന് ആർക്ക് അവകാശമുണ്ട്, ഇൻഷുറൻസ് അവകാശമുണ്ട്. ക്ലിയർ? അതുവരെയുള്ള തുക ഈടാക്കുന്നതിന് വരെ ഇവർക്ക് എന്ത് ചെയ്യാം, ഇൻഷുറൻസ് കമ്പനിക്ക് ആ പ്രോപ്പർട്ടി എടുക്കാൻ പറ്റും. ക്ലിയർ? ഇറ്റ് ബിക്കം ദി പ്രോപ്പർട്ടി. അതുപോലെ ഒരു വെഹിക്കിൾ ആണെങ്കിൽ, വെഹിക്കിൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് സ്ക്രാപ്പ് വാല്യൂയിൽ കൊടുക്കാനുള്ള റൈറ്റ് ആർക്കുള്ളത്, വെഹിക്കിളിൻ്റെ പൈസ കോമ്പൻസേഷനായിട്ട് കൊടുത്ത ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്നു. ക്ലിയർ? ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വേറെ ആരെങ്കിലും തേർഡ് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ക്ലെയിം ഈടാക്കാറുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഓണറിൻ്റെ കേസിൽ തന്നെ നമ്മൾ എടുത്ത പോലെ, അല്ലേ, വെഹിക്കിൾ ഓണറിൻ്റെ അടുത്ത് നമുക്ക് കോമ്പൻസേഷൻ ഈടാക്കാം. അങ്ങനെ ഈടാക്കുന്നതിന് പ്രോപ്പർട്ടി ഓണർക്ക് കഴിയില്ല. ആ റൈറ്റ് ആർക്ക് കിട്ടും, ഇൻഷുറൻസ് കമ്പനി കിട്ടും. കാരണം എന്താ, ഇൻഷുറൻസ് കമ്പനി ഹാസ് പെയ്ഡ് ടു ദി ബിൽഡിംഗ് ഓണർ ദ ഫുൾ എമൗണ്ട് ആൻഡ് ദെയർഫോർ, ക്ലിയർ, ദ ഇൻഷുറൻസ് കമ്പനി ക്യാൻ, ക്ലിയർ, ask the vehicle owner to pay damage to the company. Clear? കമ്പനിക്ക് ഡാമേജ് കൊടുക്കുന്നതിന് വേണ്ടി, കമ്പനിക്ക് അതിൻ്റെ എമൗണ്ട് അടയ്ക്കുന്നതിന് വേണ്ടി കേസ് ഫയൽ ചെയ്യാൻ പറ്റും. കാരണം അയാളുടെ നെഗ്ലിജൻസ് കൊണ്ടാണ് ഇത് ഇടിച്ചതെങ്കിൽ. ഓക്കെ, ഈ രീതിയിലുള്ള ഒരു പോളിസിയാണ് സബ്രഗേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡോക്ട്രിൻ ഓഫ് ഷിഫ്റ്റിംഗ് റൈറ്റ്സ്. ക്ലിയർ? റൈറ്റ് ഷിഫ്റ്റിംഗ്, റൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ then it must be clarified here that the insurer's right to subrogation arises only when he has paid for the loss for which he is liable under the policy. അല്ലേ, ഈ പോളിസിയുടെ ഫലമായിട്ട് ലോസ്, അല്ലേ, എന്താണോ സംഭവിച്ചിരിക്കുന്നത്
അതുമായി ബന്ധപ്പെട്ടുള്ള ഇത് മാത്രമേ ആൾക്ക് കിട്ടുന്നുള്ളൂ, ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്നു. സോ ഇറ്റ് മസ്റ്റ് ബി ക്ലാരിഫൈഡ് ദാറ്റ് the insurer's right to subrogation arises only when he has paid. Clear? എവിടെ സബ്ജക്ട് മാറ്റർ ലോസ് ചെയ്തിട്ടുണ്ട്, അതിന് കോമ്പൻസേഷൻ കൊടുത്തു, അപ്പം മാത്രമേ സബ്രഗേഷൻ വരുന്നുള്ളൂ. ക്ലിയർ? അല്ലാതെ ആക്സിഡന്റ് സംഭവിച്ചു ഉടനെ പോയിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ക്ലിയർ? ബട്ട് ഇഫ് ദ ഇൻഷുറൻസ് കമ്പനി ഹാസ് പെയ്ഡ് ദ കോമ്പൻസേഷൻ ഫുള്ളി, then the subrogation principle arises. So under this policy, then right to extend only liable under the policy and has the right to extend only to the right and remedies available to the insured in respect of the things which the contract of insurance റിലേറ്റ്സ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഷുർഡിന് എന്തൊക്കെയാണോ റൈറ്റ് ഉള്ളത് ആ റൈറ്റ് മാത്രമേ ആർക്കും കിട്ടുള്ളൂ, ഇൻഷുറൻസ് കമ്പനിക്കും പിന്നീട് കിട്ടുള്ളൂ. ക്ലിയർ? അപ്പോൾ പ്രോപ്പർട്ടിയിലെ അയാളുടെ ഓണർ എന്നല്ലേ അയാൾക്ക് എന്ത് ചെയ്യാൻ ഡിസ്പോസ് ചെയ്യുക, ആ റൈറ്റ് തന്നെ ആർക്ക് കിട്ടുള്ളൂ, ഇൻഷുറൻസ് കമ്പനിക്കും കിട്ടുള്ളൂ. ഓക്കെ. So this is called the principle of subrogation. Then it is a transfer of right from right and remedies of the insured in the subject matter to the insurance company or the insurer after its indemnification. So the insurer steps into the shoes of the insured after settling the claim. അല്ലേ? അതുകൊണ്ട് ഇൻഷുറർ ആയിട്ടുള്ള കമ്പനി അല്ലേ, ഇൻഷുററിൻ്റെ ഷൂസ് മീൻസ് വാട്ട്, ഇൻഷുററുടെ പ്ലേസിലേക്ക്, ഇൻഷുററുടെ പൊസിഷനിലേക്ക് വരുന്നു ആഫ്റ്റർ സെറ്റിൽമെൻറ്റ് ഓഫ് ദി ക്ലെയിം. And therefore he is entitled to the all rights and actions against the third party to recover losses from the responsible person regarding the subject matter. അല്ലേ? സബ്ജക്റ്റ് മാറ്റർ വന്നിരിക്കുന്ന ലോസസ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന തരത്തിൽ മറ്റുള്ള തേർഡ് പാർട്ടീസിന് എന്തെങ്കിലും ഈടാക്കാനുണ്ടെങ്കിൽ അത് ഈടാക്കാനുള്ള റൈറ്റ് ആർക്ക് കിട്ടും, ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടും. അല്ലേ? ദെൻ ദ മാറ്റർ ഓഫ് ഇൻഷുറൻസ് ആഫ്റ്റർ ദി ക്ലെയിം ഓഫ് ദി ഇൻഷുർഡ് ഹാസ് ബീൻ സെറ്റിൽ. ക്ലിയർ? ഇൻഷുറൻസിൻ്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് അതേ പൊസിഷൻ ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്നു, അതോടുകൂടി അയാൾക്ക് സബ്രഗേഷൻ്റെ പ്രൊട്ടക്ഷനും കിട്ടുന്നു. സോ അക്കോർഡിംഗ് ടു ദി ഫെഡറേഷൻ ഓഫ് ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, the subrogation is the transfer of rights and remedies of the insured to the insurer who has indemnified the insured in respect of the loss. അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ ആയിട്ടൊക്കെ ചോദിക്കാൻ എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. The doctrine of subrogation does not apply to the personal insurance. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ലൈഫ് ഇൻഷുറൻസ്, പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ്, ഇവിടെ ഒന്നും എന്ത് ബാധകമല്ല, സബ്രഗേഷൻ പ്രിൻസിപ്പിൾ ബാധകമല്ല. അല്ലേ? അപ്പോൾ അവിടെ എന്തുകൊണ്ട് ബാധകമല്ല? കാരണം നമുക്ക് അവിടെ ഇൻഡെംനിഫിക്കേഷൻ സാധ്യമല്ല. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി ഈസ് നോട്ട് അപ്ലിക്കബിൾ. ഒരാളുടെ മരണത്തിന് ഒരാളുടെ അല്ലേ ലൈഫിൻ്റെ വാല്യൂ എത്രയാണെന്ന് നിശ്ചയിച്ചിട്ട് ഇൻഡെംനിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇൻഡെംനിറ്റി അവിടെ ബാധകമല്ല. അപ്പോൾ സമ്മഷ്യൂർഡ് മുഴുവനായിട്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ അയാൾക്ക് സമ്മഷ്യൂർഡ് മുഴുവൻ കൊടുത്തല്ലോ അവിടെ എന്ന് വെച്ചിട്ട് അല്ലേ ഈ ഇൻഷുർ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ഡെഡ് ബോഡി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ അവിടെ നമുക്ക് എന്ത് ബാധകമല്ല, ഈ സബ്രഗേഷൻ്റെ പ്രിൻസിപ്പിൾ ബാധകമല്ല. So if the insurer has got certain compensation from the third party before being fully indemnified by the insurer, and the insurer can pay only the balance of the loss. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, ബിൽഡിങ്ങിൻ്റെ ഓണറിൻ്റെ കേസിൽ ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, ബിൽഡിംഗ് ഓണർ ഉണ്ട്. ക്ലിയർ? ഓണർ എന്ത് ചെയ്തു, ഈ കാറ് വന്ന് ഒരു വെഹിക്കിൾ വന്ന് ഇടിച്ചു, ബിൽഡിംഗ് നഷ്ടപ്പെട്ടു, കേട് വന്നു. ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേഷൻ മുഴുവനായിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ക്ലിയർ നമ്മുടെ വെഹിക്കിൾ ഓണർ 5 ലക്ഷം രൂപ കൊടുത്തു. ആകെ 20 ലക്ഷം രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, 5 ലക്ഷം രൂപ കുറച്ച് ബാക്കി 15 ലക്ഷം റുപ്യയെ കൊടുക്കുള്ളൂ ബിൽഡിങ്ങിൻ്റെ ലോസിന് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ക്ലിയർ? അല്ലെങ്കിൽ വാല്യൂ ചെയ്തിട്ട് അസസ് ചെയ്തിട്ടുള്ള ഇൻഡെംനിറ്റിയുടെ 5 ലക്ഷം രൂപ കുറച്ചിട്ട് ബാക്കിയുള്ളതേ കൊടുക്കുള്ളൂ. ക്ലിയർ? അതല്ല, ഇൻഷുറൻസ് കമ്പനി മുഴുവനായിട്ടുള്ള പൈസയും കൊടുത്തു എന്ന് വിചാരിക്കുക, 20 lakh rupees കൊടുത്തു എന്ന് വിചാരിക്കുക, ഫുൾ ഡാമേജിൻ്റെ ഫുൾ പൈസയും കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നീട് സബ്സിക്വൻ്റ്ലി 5 ലക്ഷം രൂപ വെഹിക്കിൾ ഓണറിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പൈസ ഇൻഷുറൻസ് കമ്പനി കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ആർക്കുണ്ട്, ബിൽഡിംഗ് ഓണർക്കുണ്ട്. ക്ലിയർ? അത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ഇൻഷുറൻസ് കമ്പനിക്കുണ്ട്. ഓക്കെ. So the principle of subrogation is introduced with the objective of safeguarding the interest of the ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിയർ? സോ ഫീച്ചേഴ്സ് ഓഫ് സബ്രഗേഷൻ, ഇറ്റ് ഈസ് എക്സ്റ്റൻഷൻ ഓഫ് എ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഇതൊരു ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ഇൻ കൊറോളറി ടു ദി ഇൻഡെംനിറ്റി പ്രിൻസിപ്പിൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്റ്റൻഷനാണ്, റിലേറ്റഡ് ആണ്. ക്ലിയർ? ഒരു സബോർഡിനേറ്റ് പ്രിൻസിപ്പിളായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ദി കോൺട്രാക്ട്സ് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഇറ്റ് അറൈസസ് ഓൺലി ഓൺ ദി പേയ്മെൻറ്റ് ഓഫ് ദി ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ദ ക്ലെയിം. ക്ലിയർ? അപ്പോൾ മാത്രമേ ഇത് വരുള്ളൂ. ദ റൈറ്റ് ഓഫ് സബ്രഗേഷൻ മേ അറൈസസ് ഈവൻ before indemnification of the insured except in the case of a marine insurance. Clear?
അപ്പോൾ മറൈൻ ഇൻഷുറൻസിൻ്റെ കേസിൽ ഒഴിച്ച് ബാക്കിയുള്ള കേസിൽ ഇൻഡംനിഫിക്കേഷൻ മുഴുവൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, സബ്രഗേഷനുള്ള റൈറ്റ് ഉണ്ട്. കാരണം അത് മറ്റുള്ള ആൾക്കാരൊക്കെ മോസ്റ്റ് ഇപ്പോൾ സ്റ്റോക്കാണ് ഇൻഷുർ ചെയ്യുന്നത് വിചാരിക്കുക, തീ പിടിച്ചു അല്ലേ, അത് അവിടെ തന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇൻഡംനിഫിക്കേഷൻ മുഴുവൻ ചെയ്തിട്ട് എടുത്തിട്ട് പോകാന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരൊക്കെ എടുത്തിട്ട് പോകും. അതുകൊണ്ട് അവിടെ ഇൻഷുറൻസ് കമ്പനി അങ്ങനെ ചെയ്യില്ല. പരമാവധി അതിനെ എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ ഇൻഷുറൻസ് കമ്പനി കൊണ്ടുവന്നിട്ട് പിന്നീടായിരിക്കും ക്ലെയിം സെറ്റിൽ ചെയ്യുക. ക്ലിയർ? ഇത് as per the principle of subrogation, the insurer has the right to sue against a third party. ഇവിടെ എന്ത് കിട്ടുന്നു, ഇൻഷുറർ കമ്പനിക്ക്, ക്ലിയർ, തേർഡ് പാർട്ടിക്ക് അഥവാ തേർഡ് പാർട്ടിയുടെ ഫലമായിട്ടാണ് ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലെയിം ചെയ്യുന്നതിനുള്ള റൈറ്റ് കിട്ടുന്നു. ക്ലിയർ? സോ ഇത് ഇൻഷുർഡ് ഗെറ്റ്സ് the money from the third party as compensation after indemnification, then insured can hold that the amount of such a compensation as a ട്രസ്റ്റി ഫോർ ദ ഇൻഷുറർ. ക്ലിയർ? ഇൻഷുറർ ട്രസ്റ്റി ആയിട്ട് വാങ്ങിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അത് ഇൻഷുറർ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് തിരിച്ചടയ്ക്കുകയും വേണം. ഓക്കെ. അണ്ടർ ദ പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ, ഇൻഷുറർ കൻ നോട്ട് റിക്കവർ എനിത്തിങ് മോർ ദാൻ ദി ആക്ച്വൽ വാല്യൂ ഹി ഹാസ് കോമ്പൻസേറ്റഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 20 ലക്ഷം രൂപ ഒരു ബിൽഡിംഗ് 20 ലക്ഷം രൂപയുടെ വാല്യൂവിന് വേണ്ടി ഇൻഷുർ ചെയ്തു. ക്ലിയർ? ബിൽഡിംഗ് നഷ്ടപ്പെട്ടു, കംപ്ലീറ്റ് ഡാമേജ് ചെയ്തു. അതിന് വേണ്ടി 20 ലക്ഷം രൂപ ആര് കൊടുത്തു, ഇൻഷുറൻസ് കമ്പനി കൊടുത്തു. അതിൻ്റെ മെറ്റീരിയൽസ് മുഴുവൻ കളക്ട് ചെയ്തു ഇൻഷുറൻസ് കമ്പനി. അത് വിൽക്കാൻ പോയപ്പോൾ 25 ലക്ഷം റുപ്യ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ക്ലിയർ, ഇൻഷുറൻസ് കമ്പനിക്ക് എത്ര എടുക്കാനേ പറ്റൂ, അവർ കോമ്പൻസേറ്റ് ചെയ്തുള്ള 20 lakh റുപ്യ വരെ എടുക്കാനേ പറ്റൂ. ബാക്കിയുള്ള പൈസ ആർക്ക് കൊടുക്കണം, ഇൻഷുർഡിന് തന്നെ തിരിച്ചു കൊടുക്കണം. ക്ലിയർ? കൂടുതലുണ്ടെങ്കിൽ മാത്രം. സോ ദിസ് ഈസ് വാട്ട് പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ സ്റ്റേറ്റ്സ്. നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ. ക്ലിയർ? പ്രോക്സിമേറ്റ് കോസ് അല്ലെങ്കിൽ കോസ പ്രോക്സിമ എന്നാണ് പറയുക. ക്ലിയർ? ഏറ്റവും നിയറസ്റ്റ് കോസ് എന്നാണ് അർത്ഥം. നിയറസ്റ്റ് റീസൺ, നിയറസ്റ്റ് കോസ്. ഓക്കെ. സോ കോസ പ്രോക്സിമ എന്താണെന്ന് നോക്കാം. സോ ദ ടേം കോസ പ്രോക്സിമ മീൻസ് നിയറസ്റ്റ് ഓർ അപ്രോക്സിമേറ്റ് ഓർ ഇമീഡിയറ്റ് കോസ്. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കാരണം, ഏറ്റവും പ്രോക്സിമേറ്റ് ആയിട്ടുള്ള കാരണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇൻ അതർ വേർഡ്സ്, ദ റൂൾസ് ഓഫ് ദ കോസ്, കോസ പ്രോക്സിമ മീൻസ് ദാറ്റ് the rules of the causa proxima or the principle of causa proxima means that or refers to the cause or the loss must be proximate or immediate and not remote. Clear? ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം സംഭവിക്കാനുള്ള കാരണം ഏറ്റവും നമ്മൾ ഇൻഷൂർ ചെയ്തിരിക്കുന്ന കാരണവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നതായിരിക്കണം, ഇമീഡിയറ്റ് ആയിരിക്കണം, നിയറസ്റ്റ് ആയിരിക്കണം. ക്ലിയർ? അല്ലാതെ റിമോട്ടായിട്ടുള്ള ഒരു കാരണത്തിൻ്റെ ഫലമായിട്ട് നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് ബാധ്യതയില്ല. അതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഫയർ ഇൻഷുറൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിൻ്റെ ഫലമായിട്ട് മാത്രമായിരിക്കണം നഷ്ടം. അതല്ലാതെ വേറെ എന്തൊക്കെയോ നഷ്ടം വന്നു, അതിനൊന്നും നഷ്ടം കിട്ടില്ല. ക്ലിയർ? അപ്പോൾ നിയറസ്റ്റ് കോസ് എന്താണോ ആ കോസിനുള്ള നഷ്ടം മാത്രമേ, അതിനുള്ള ലോസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ, ഇൻഡെംനിറ്റി മാത്രമേ കിട്ടുള്ളൂ. ക്ലിയർ? അതാണ് കോസ പ്രോക്സിമ കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഇഫ് ദ പ്രോക്സിമേറ്റ് കോസ് ഓഫ് ദ ലോസ് ഈസ് a peril insured against, then insurer can recover. The insured can recover if the real cause of the loss is insured, then the insurer is liable to pay the compensation. Clear? ഏത് കാരണത്തിന് വേണ്ടിയിട്ടാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്, ആ റിയൽ കോസിനാണ് ലോസ് സംഭവിച്ചതെങ്കിൽ ഇൻഷുറർ മുഴുവനായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. അതർവൈസ് ദ ഇൻഷുറർ ഈസ് നോട്ട് ലയബിൾ ടു പേ ദ കോമ്പൻസേഷൻ. ഇൻഷുർ ചെയ്യാത്തൊരു കാര്യത്തിന്, അതുമായി റിലേറ്റഡ് അല്ലാത്തൊരു കാര്യത്തിന്, അതുമായിട്ട് നിയറസ്റ്റ് ആയിട്ടോ പ്രോക്സിമേറ്റ് ആയിട്ടോ ഇമീഡിയറ്റ് ആയിട്ടോ നിൽക്കാത്തൊരു കാരണത്തിന് ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റില്ല, നഷ്ടം കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കണം എന്നില്ല. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. സോ പ്രോക്സിമേറ്റ് കോസ് മീൻസ് ദി ആക്റ്റീവ് efficient cause or immediate cause that sets in motion of event which brings about the result. ഒരു ലോസ് വന്നിരിക്കുന്നത് അതിൻ്റെ പ്രേരണ അല്ലെങ്കിൽ ഘടകം അല്ലെങ്കിൽ അത് ഉണ്ടാവാനുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇൻഷുറൻസ് ചെയ്തിട്ടുള്ളൊരു കാരണമാണ്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എടുത്തിട്ടുള്ളൊരു കാരണത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നു. ക്ലിയർ? സോ when the loss has been brought about by 2 or more causes, രണ്ടോ അതിലധികമോ കാരണങ്ങൾ കൊണ്ട് നഷ്ടം വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ the question arises as to which of the cause is proxima or proximate, or which is immediate, which is nearest. Clear? So although the results do not have happened without the remote cause. Clear? So but if the loss is brought about by any of the cause attributable to the misconduct of the insured,
then the insurance is not liable. Clear? അപ്പോൾ അവിടെ ഇൻഷുറൻസ് കമ്പനിയെ നമുക്ക് ലയബിൾ ആക്കാൻ പറ്റില്ല. ക്ലിയർ? ഒരു ഫയർ ഇൻഷുറൻസ് എടുത്തു, ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഒന്നും സ്ഥാപിച്ചിട്ടേ ഇല്ല. ക്ലിയർ? മിസ്കണ്ടക്ട്. ഇൻഷുറൻസ് പോളിസി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഗോഡൗണിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷർ സ്ഥാപിക്കണം. ക്ലിയർ? അവിടെ ഇന്നുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ? ഇന്നുള്ള രീതിയിൽ വേണം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അവിടെ ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. തീ പിടിക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഒന്നും ചെയ്യാൻ പാടില്ല. ക്ലിയർ? അതിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്ത് ചെയ്തു? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിയറസ്റ്റ് കോസ് എന്നുള്ള രീതിയിൽ ഇൻഷുറൻസ് കമ്പനി നെഗ്ലിജൻ്റ് കൊണ്ട് അവിടെ കൊണ്ടുപോയി ക്രാക്കേഴ്സ് പടക്കമൊക്കെ പൊട്ടിച്ചു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഗോഡൗണിൽ കൊണ്ടുപോയി അതിൻ്റെ മുമ്പത്ത് വെച്ച് ഇത് പൊട്ടിച്ചു. അപ്പോൾ ഫയർ ബേസ്റ്റായി, ദെൻ സ്റ്റോക്സ് മുഴുവൻ നഷ്ടപ്പെട്ടു. ഇവിടെ എന്താ സംഗതി? ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദി ഫയർ ഈസ്, അല്ലേ, ആക്സിഡൻ്റൽ ഫയർ ആണോ? അല്ല. പിന്നെന്താ? അത് ഡെലിബറേറ്റ് ആയിട്ടുള്ള നെഗ്ലിജൻസിൻ്റെ ഫലമായിട്ട് വന്നതാണ്. അങ്ങനെയുള്ളൊരു കേസിൽ, അല്ലേ, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് ചെയ്യുക? അവരുടെ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. കാരണം എന്താ? ഇൻഷുറൻസ് പോളിസിയുടെ വയലേഷനാണ്, അല്ലേ, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു, അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ വരാവുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതിനെന്ത് പറയുന്നു? നമ്മൾ കോസ പ്രോക്സിമ അപ്ലൈ ചെയ്യുന്ന കാര്യമായിട്ട് പറയാം. അതെല്ലാം ഒന്നോ അതിലധികമോ കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചെന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുള്ള കാര്യമുണ്ട്. അവിടെ നമുക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാരണം കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റുള്ള റിമോട്ട് ആയിട്ടുള്ള കാരണം കൊണ്ടാണോ വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കേസാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? അത് അപ്രൂവ് ചെയ്തുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ക്ലിയർ? സോ ഇറ്റ് ഈസ് മിയർലി അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് മറൈൻ ഇൻഷുറൻസ്. ക്ലിയർ? ഇത് മിക്കവാറും എവിടെയാണ് വരുന്നത്? മറൈൻ ഇൻഷുറൻസിൽ വരുന്നു. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 55 ഓഫ് മറൈൻ ഇൻഷുറൻസ് ആക്ട് 1963, ഇൻഷുറൻസ് കമ്പനി is liable to indemnify only those losses which has been caused by the proximate or nearest cause covered under the insurance policy and do not other the remote cause. Remote causes കൊടുക്കാൻ ബാധ്യത ഇല്ല എന്നാണ് പറയുന്നത്. ക്ലിയർ? ആൻഡ് പ്രോക്സിമേറ്റ് കോസ് ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ എ വെൽ നോൺ കേസ്. അതുമായി എന്താണ് ഈ പ്രോക്സിമേറ്റ് കോസ്, എന്താണ് ഈ ഇമ്മീഡിയറ്റ് കോസ്? ക്ലിയർ? വാട്ട് ഈസ് ദ നിയറസ്റ്റ് റീസൺ? അതിന് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കേസ് ലോ ഉണ്ട്. ക്ലിയർ? അതിൻ്റെ വേർഡിക്റ്റ് ആണ് പ്രധാനമായിട്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റുക. ക്ലിയർ? ദാറ്റ് മീൻസ് ഇറ്റ് ഗിവ്സ് എ ക്ലാരിറ്റി ടു ദി meaning of what is nearest cause. Okay, so in the case of Povsey versus Scottish Union and National Insurance Company, the case law, according to the case, the proximate cause is the effective efficient cause that sets in motion a train of events which brings about the result without the intervention of any force started and working actively from a new independent sources. So from the definition, clear, which is provided in the case law, clear, നമുക്ക് എന്ത് പറയാൻ പറ്റും? വാട്ട് ഈസ് കോസ പ്രോക്സിമ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ് പറയുന്നത്? ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള, ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോസ്. ക്ലിയർ? അതാണ്, അതിൻ്റെ പ്രകാരമാണ് ലോസ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ആണ് നമ്മൾ കോസ പ്രോക്സിമ എന്ന് പറയാം. ക്ലിയർ? അതല്ലാത്ത കേസസിൽ, അതല്ലാത്തൊരു റിമോട്ടായിട്ടുള്ള വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലോസ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അതിന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് അതിന് ലയബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ക്ലിയർ? അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് നോക്കൂ. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ ഹാസ് ടേക്കൺ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് പോളിസി. പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് പോളിസി എടുത്തു. ക്ലിയർ? ആക്സിഡൻറ്റ് സംഭവിച്ച് മരണം സംഭവിക്കുകയാണെങ്കിൽ ഇത്ര രൂപ കോമ്പൻസേഷൻ കിട്ടുന്ന അങ്ങനെയുള്ളൊരു പോളിസി എടുത്തു, പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് പോളിസി. ഓക്കെ, ദെൻ ഒരു വ്യക്തിക്ക് അതുപോലെ എന്ത് ചെയ്തു? ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ആക്സിഡൻറ്റ് വലിയ മേജറായിട്ടുള്ളൊരു ആക്സിഡൻ്റ് ഒന്നുമല്ല. ക്ലിയർ? നോർമൽ ചെറിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലെ നെഗ്ലിജൻസും ഉണ്ട്, അവിടെയുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ നെഗ്ലിജൻസും ഉണ്ട്. വാർഡിലിരിക്കുന്ന സമയത്ത്, ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഇവർക്ക് എന്ത് ചെയ്തു? ഇൻഫെക്ഷൻ സംഭവിച്ചു. അങ്ങനെ ഇൻഫെക്ഷൻ സംഭവിച്ചു, അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. അങ്ങനെ ഇൻഫെക്ഷ്യസ് ഡിസീസസ് അതിൻ്റെ ഫലമായിട്ട് വന്നു. ക്ലിയർ? ഏതോ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസസ് വന്നു, അയാൾ മരിച്ചുപോയി. ക്ലിയർ? ദെൻ ഇതിനെതിരെ ഇൻഷുറൻസ് കമ്പനിയിൽ ഇവർ ക്ലെയിമിന് വേണ്ടി കൊടുത്തു, പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ്. കാരണം ആക്സിഡൻറ്റ് മുഖേന ഇവർ മരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിമിന് കൊടുത്തു. ഇൻഷുറൻസ് കമ്പനി അത് റിജക്റ്റ് ചെയ്തു. ക്ലിയർ? അത് ഈ കേസ് കോടതിയിലേക്ക് വന്നു. ഇപ്പോൾ കോടതി പറഞ്ഞ കാര്യമാണ്, അല്ലേ, നിയറസ്റ്റ് കോസ് എന്താണ് നോക്കി. ക്ലിയർ? ഇപ്പോൾ എക്സാമിൻ ചെയ്തു. ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഇയാൾക്ക് മരണം സംഭവിക്കാനുള്ള കാരണം ഉണ്ടായിരുന്നോ? ഇല്ല.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പരിശോധിച്ചു. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളൊരു ഡിസീസസ് വന്നതിൻ്റെ ഫലമായിട്ട് ഇയാൾ മരണപ്പെടുകയാണ് ഉണ്ടായത്. ക്ലിയർ? സോ ഇവിടെ എന്തല്ല, ആക്സിഡൻ്റ് എന്ന് പറയുന്നത് ഡെത്തിന് കാരണമായിട്ടുള്ളൊരു ഘടകമായിരുന്നില്ല. ക്ലിയർ? മരണത്തിന് കാരണമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആക്സിഡൻ്റ് ആയിരുന്നില്ല അത്. പകരം ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റോ അവിടെയുള്ള നെഗ്ലിജൻസോ അല്ലെങ്കിൽ മിസ് ഹാൻഡ്ലിങ്ങിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ഇൻഫെക്ഷ്യസ് ഡിസീസസ് വരികയും മരണപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് പ്രകാരമുള്ള ക്ലെയിം ചെയ്യാൻ ഇവർക്ക് റൈറ്റ് ഇല്ല. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് അത് കൊടുക്കണ്ട എന്ന് തന്നെയാണ് കോടതി വിധി വന്നത്. ക്ലിയർ? അപ്പോൾ നമുക്കിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താ, പ്രോക്സിമേറ്റ് കോസ്. ഇപ്പോൾ കോടതി ഐഡൻറ്റിഫൈ ചെയ്ത കാര്യം പ്രോക്സിമേറ്റ് കോസ്, ഏറ്റവും നിയറസ്റ്റ് കോസ് ലീഡിങ് ടു ദ ഡെത്ത് എന്ന് പറയുന്നത്. ഡെത്തിന് തൊട്ട് മുമ്പുള്ള ഏറ്റവും നിയറസ്റ്റ് കോസ് എന്ന് പറയുന്നത് എന്തല്ല, ആക്സിഡൻ്റ് ആയിരുന്നില്ല, പകരം എന്തായിരുന്നു, ഇൻഫെക്ഷ്യസ് ഡിസീസ് വന്നു. അതിൻ്റെ ഫലമായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ എന്ത് ചെയ്തു, അവർ മരിച്ചുപോയി. ക്ലിയർ? അപ്പോൾ എന്തല്ല, ആക്സിഡൻ്റ് ആയിരുന്നില്ല. ആക്സിഡൻറ്റിനുള്ള ക്ലെയിം ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ, പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസിൻ്റെ ഫലമായിട്ടായിരുന്നെങ്കിൽ ഇയാൾക്ക് പെർമനൻറ്റ് ഡിസബിലിറ്റിയോ ഇഞ്ചുറിയോ അങ്ങനെ എന്തെങ്കിലും വന്ന് എന്ത് ചെയ്യുന്നതായിരുന്നു, മരണപ്പെടണമായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. വലിയ മേജർ ഇഞ്ചുറി ഒന്നും സംഭവിച്ചില്ല. ആ ട്രീറ്റ്മെൻറ്റ് അതൊക്കെ ഭേദമാവുകയും ചെയ്തു. പക്ഷേ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്തു, ഇൻഫെക്ഷ്യസ് ഡിസീസസ് ബാധിച്ചു, മരണപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ആക്സിഡൻ്റൽ ഇൻഷുറൻസിൻ്റെ പോളിസി കിട്ടാൻ എലിജിബിലിറ്റി ഇല്ല. കാരണം ബിക്കോസ് ദ primary cause or the base cause or the major cause or the proximate cause, nearest cause or immediate cause or the dominant and efficient cause leading to the death of that person is not the accident which is covered under insurance, but it is the infectious diseases, clear, which is not covered under the സബ്ജക്ട് മാറ്റർ ഓഫ് ഇൻഷുറൻസ്. ക്ലിയർ? അപ്പോൾ ഇൻഷുറൻസ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു കോസ് അല്ല എന്നുള്ള രീതി അത് തള്ളിപ്പോവുകയാണ് ചെയ്തത്. ക്ലിയർ? അപ്പോൾ ഇത് എന്താണ് കാണിക്കുന്നത്, അങ്ങനെ പ്രോക്സിമേറ്റ് കോസസിന് മാത്രമേ ഇൻഷുറൻസ് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അവിടെ നോക്കണം. ക്ലിയർ? അവിടെ എന്തിൻ്റെ ഫലമായിട്ട് ഡാമേജ് ചെയ്യുന്നു, നെഗ്ലിജൻസിൻ്റെ ഫലമായിട്ടാണെങ്കിൽ അപ്പോൾ അതോടുകൂടി എന്താവും, നമുക്ക് ക്ലെയിം കിട്ടുന്നതിന് സാധ്യതയില്ലാതായിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു കാരണം കൊണ്ടാണ് സംഭവിച്ചത് എങ്കിൽ അവിടെ എന്തായിട്ട് മാറും, സാധ്യതയില്ലാതായിട്ട് മാറും. ഓക്കെ, ഈ രീതിയിൽ എന്തിനാണോ നമ്മൾ ഇൻഷുർ ചെയ്തിരിക്കുന്നത് ആ കോസ് സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും നിയറസ്റ്റ് കോസായിട്ട് വരികയാണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ക്ലെയിം കിട്ടാൻ അർഹതയുള്ളൂ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഡിറ്റർമിനേഷൻ ഓഫ് കോസ് ഓഫ് പ്രോക്സിമ. ക്ലിയർ? പ്രോക്സിമേറ്റ് കോസ് എങ്ങനെ നമ്മൾ നിശ്ചയിക്കും. സോ ഇഫ് ദർ ഈസ് എ സിംഗിൾ കോസ് then there is no problem in determining കോസ്. അല്ലേ, ഒറ്റ കോസ് മാത്രം, ഒറ്റ കാരണം കൊണ്ടാണ് ലോസ് സംഭവിച്ചെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ, അത് നമ്മുടെ ഇൻഷുറബിൾ കോസ് ആണോ അല്ലയോ എന്ന് നോക്കാം, അല്ലെങ്കിൽ തള്ളാം, അല്ലെങ്കിൽ ആണെങ്കിൽ അപ്രൂവ് ചെയ്യാം. ഇഫ് ദർ ആർ മൾട്ടിപ്പിൾ കോസസ്, ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ കൊണ്ടാണ് ലോസ് സംഭവിച്ചതെങ്കിൽ, കൺകറൻ്റ് ആയിട്ട് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ സൈമൾട്ടേനിയസ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ മൾട്ടിപ്പിൾ കോസസ് ഉണ്ടെങ്കിൽ then causes are to be segregated into insured perils and expected perils. ക്ലിയർ? അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഇൻഷുർഡ് പെരിൽസ്, ക്ലിയർ, ഇൻഷുർ ചെയ്തിരിക്കുന്ന നഷ്ടങ്ങളും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പെരിൽസ്, ക്ലിയർ, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നഷ്ടങ്ങൾ അന്ന് രണ്ടായിട്ട് തരംതിരിക്കുന്നു. ക്ലിയർ? when there is a chain of events causing to the loss to the subject matter of the insured, then the insurer's liability would arise if the original cause event is insured peril. ക്ലിയർ? ഏറ്റവും ആദ്യം സംഭവിച്ചിരിക്കുന്ന ഒരു ചെയിൻ ഓഫ് ഇവൻ്റ് ആണെന്ന് വിചാരിക്കുക. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ ആ ചെയിൻ ഓഫ് ഇവൻറ്റിൽ ആദ്യം ഏറ്റവും ഒറിജിനൽ ആയിട്ട് പ്രൈമറി ആയിട്ട് വന്നിരിക്കുന്ന ഇൻഷുർഡ് ആയിട്ടുള്ള ഒരു പെരിലാണെങ്കിൽ, ക്ലിയർ, ഇൻഷുർഡ് ആയിട്ടുള്ള ഒരു നഷ്ടമാണെങ്കിൽ, ക്ലിയർ, അതിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷുറൻസ് കൊടുക്കാം. ക്ലിയർ? അതായത് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം കൊടുക്കേണ്ടി വരും. സോ ഇൻ കേസ് ഓഫ് എ ചെയിൻ ഓഫ് event is broken by intervention of a new or independent cause, then the insurance liability depends upon whether new peril causes or event is an insured peril or an exempted peril. Clear? Exempted peril എന്താ, ഇതുമായി ബന്ധമില്ലാത്തൊരു പെരിലാണ്, ക്ലിയർ, നഷ്ടമാണ്. അതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് സബ്സിക്വൻ്റ്ലി വന്നിരിക്കുന്നതെങ്കിൽ ആ സബ്സിക്വൻ്റ്ലി വന്നിരിക്കുന്ന നഷ്ടങ്ങൾക്കൊന്നും എന്തല്ല, ബാധകമല്ല. അല്ലേ, ഇപ്പോൾ ഒരു ഫയർ സംഭവിച്ചു, ക്ലിയർ, അവിടെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു, ക്ലിയർ, ഫയർ സംഭവിച്ച ഉടനെ എന്ത് ചെയ്തു, ഫയറിനുള്ള ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫയർ സംഭവിച്ചുള്ള ഓണർ,
ക്ലിയർ. അതിൻ്റെ പ്രോപ്പർട്ടി ഓണർ, സ്റ്റോക്കിൻ്റെ ഓണർ, അവരെന്ത് ചെയ്തു, ഇതിനൊന്നും എടുത്തില്ല, കെയർ ഒന്നും എടുത്തില്ല. അവസാനം ബാക്കിയുള്ള റെസിഡ്യൂ, അവിടെയുള്ള സ്റ്റോക്ക്, ഫയർ സംഭവിക്കാത്ത സ്റ്റോക്കൊക്കെ എന്ത് ചെയ്തു, ആരൊക്കെയോ എടുത്തിട്ട് പോയി. ക്ലിയർ. ഓക്കെ, അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്താണ്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വേറൊരു ഈവൻ്റ് കൂടെ വന്നു. ക്ലിയർ. തെഫ്റ്റ്, മോഷണം, അല്ലേ, പിൽഫറേജ് എന്നൊക്കെ പറയണത്. അതിനെതിരെ ഇവരെ ഇൻഷുറൻസ് ഒന്നും ചെയ്തില്ല, ഫയറിന് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഫയർ ഇൻഷുറൻസ് സംഭവിച്ച എത്രയാണോ നഷ്ടം വന്നെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ മാത്രമേ നമ്മുടെ ഇൻഷുർഡിന് കിട്ടുള്ളൂ. അല്ലാതെ തെഫ്റ്റിൻ്റെ ഫലമായിട്ട് വന്നിട്ടുള്ളതിന് കോമ്പൻസേഷൻ കിട്ടുമോ, കിട്ടില്ല. കാരണം എന്താ, അവിടെ മൾട്ടിപ്പിൾ കോസസിൻ്റെ ഫലമായിട്ടാണ് ടോട്ടൽ റിസ്ക് വന്നിരിക്കുന്നത്. ക്ലിയർ. 5 ലക്ഷം രൂപയുടെ ആകെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതിൽ 1 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് നഷ്ടപ്പെട്ടു. ക്ലിയർ. ഇയാൾ നെഗ്ലിജൻസിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ബാക്കിയുള്ള 4 ലക്ഷം രൂപയുടെ സ്റ്റോക്കും വേറെ ആരൊക്കെയോ കൊണ്ടുപോയി, ഒന്നും കണ്ടെടുക്കാൻ പറ്റില്ല. ഇൻഷുറൻസ് നഷ്ടം സംഭവിച്ചിരിക്കുന്ന ഫയർ മുഖേന സംഭവിച്ചിരിക്കുന്ന 1 lakh റുപ്പിയാണ്. അപ്പോൾ 1 lakh റുപ്പീസിൻ്റെ കോമ്പൻസേഷൻ എന്ത് ഉള്ളൂ, ഇൻഷുറൻസ് കമ്പനി കൊടുക്കുള്ളൂ. കാരണം എന്താ, ബാക്കിയുള്ള 4 lakh റുപ്പീസും ഇൻഷുറബിൾ കോസ് അല്ല. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ക്ലിയർ. എക്സംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ പ്രോക്സിമേറ്റ് കോസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മൾട്ടിപ്പിൾ കോസസ് ഉണ്ടെങ്കിൽ ടോട്ടൽ 5 lakh റുപ്പീസിന് അവർ ക്ലെയിം കൊടുത്താലും അതിന് ഇവരെന്ത് ചെയ്യും, ഈ ഇൻഷുറബിൾ കോസ് എന്നും അതുപോലെ തന്നെ ഇൻഷുറബിൾ പെരിൽ എന്നും അതുപോലെ തന്നെ ഇൻഷുർഡ് പെരിൽ, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് പെരിൽ, എക്സംപ്റ്റഡ് പെരിൽ, ക്ലിയർ, എക്സ്പെക്റ്റഡ് അല്ല എക്സംപ്റ്റഡ് ആയിട്ടുള്ള പെരിൽ, ആ രീതിയിൽ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഇങ്ങനെ എക്സംപ്റ്റഡ് ആയിട്ടുള്ള, ക്ലിയർ, എക്സംപ്റ്റഡ് ആണ് കേട്ടോ, എക്സ്പെക്റ്റഡ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സംപ്റ്റഡ്, EXCEMPT ഉണ്ട് അവിടെ. ക്ലിയർ. എക്സംപ്റ്റഡ് പെരിൽ, എക്സംപ്റ്റഡ് പെരിലായിട്ട് മാറ്റുന്നു. എക്സംപ്റ്റഡ് പെരിൽസിന് കവറേജ് കൊടുക്കുന്നില്ല. ക്ലിയർ. ഇൻഷുർഡ് പെരിൽസിന് മാത്രം എന്ത് കൊടുക്കുന്നു, കവറേജ് കൊടുക്കുന്നു. ക്ലിയർ. സോ ഇങ്ങനെ എക്സംപ്റ്റഡ് പെരിൽസിന് ഒഴിവാക്കപ്പെടുന്ന ഒരു കേസസ് വരുന്നത് നിയറസ്റ്റ് കോസ് അല്ലാത്തതുകൊണ്ടാണ്. ക്ലിയർ. റിലേറ്റഡ് കോസസ് അല്ലാത്തതുകൊണ്ടാണ്, ഇമ്മീഡിയറ്റ് കോസസ് അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ. സോ ദിസ് ഈസ് വാട്ട് proximate cause. The next is principle of mitigation of loss. Mitigation of loss എന്താണ് ഉദ്ദേശിക്കുന്നത്? So principle of mitigation of loss പറയുന്നത് ഇതാണ്. So in the event of mishap, ഒരു ഈവൻ്റ് സംഭവിക്കുകയാണ്, അതിൻ്റെ ഫലമായിട്ട് ഒരു മിസ്ഹാപ്പ് വന്നു, അല്ലെങ്കിൽ നഷ്ടം വരാൻ വന്നു, അങ്ങനെ ഒരു ഈവൻ്റ് സംഭവിച്ചു ഓഫ് ദി ഇൻഷുർഡ് പ്രോപ്പർട്ടി. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ദ ഇൻഷുർഡ് മസ്റ്റ് ടേക്ക് ഓൾ നെസസറി പ്രിക്കോഷൻസ് ആൻഡ് സ്റ്റെപ്സ് ടു മിറ്റിഗേറ്റ് ഓർ മിനിമൈസ് ദ ലോസ്. അല്ലേ, ഒരു ഫയർ ഇൻഷുറൻസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല. ഒരു ഫയർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെഷറും എടുക്കണം. അതിനുള്ള എക്സ്റ്റിങ്ക്യൂഷർ അവിടെ സ്ഥാപിച്ചിരിക്കണം. അങ്ങനെ അവരുടെ നോട്ടീസിൽ വിസിബിലിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീ കെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ശ്രമവും ഉണ്ടായിരിക്കണം. ക്ലിയർ. എന്നിട്ടും നഷ്ടം വന്നിട്ടുണ്ടെങ്കിലാണ് കൊടുക്കുക. അല്ലാതെ ഫയർ സംഭവിച്ചല്ലോ, ചെറിയൊരു ഫയർ വരുമ്പോഴേക്കും അവർ വെറുതെ ഇരുന്നു, അത് മുഴുവൻ നഷ്ടപ്പെട്ടു, അപ്പോൾ ഇൻഷുറൻസ് കമ്പനി അത് നെഗ്ലിജൻസ് ആയിട്ട് എടുക്കുള്ളൂ. ക്ലിയർ. അപ്പം മിനിമൈസ്, ലോസിൻ്റെ എക്സ്റ്റെൻറ്റ് മിനിമൈസ് ചെയ്യാനുള്ള മെഷേഴ്സ് ആരെടുക്കണം, ഇൻഷുർഡ് എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ. അതാണ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. ഇപ്പോൾ ലോസിന് വേണ്ടി ഇൻഷുർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല, ലോസിനെ റിഡ്യൂസ് ചെയ്യാനുള്ള എല്ലാ മെഷറും എടുക്കണം. ക്ലിയർ. പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഗോഡൗൺ മെയിൻറ്റെയിൻ ചെയ്യണം, ഫയർ എക്സ്റ്റിങ്ക്വിഷർ സ്ഥാപിച്ചിരിക്കണം. ക്ലിയർ. ഹസാഡസ് ആയിട്ടുള്ള ഫയർ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഒന്നും അവിടെ കൊണ്ടുപോകാൻ പാടില്ല. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, പ്രൊട്ടക്ഷൻ ചെയ്തിരിക്കണം. അതല്ലാതെ വരുന്ന കേസസ് വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് അവരുടെ ലയബിലിറ്റിന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. So just as a prudent person would be in those cases. Clear. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നോർമലി ഒരു വ്യക്തി എങ്ങനെയാണോ പ്രൂഡൻ്റ് ആയിട്ട് പെരുമാറുക, ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, അവിടെ നെഗ്ലിജൻ്റ് ആയിട്ട് പെരുമാറാതെ, ക്ലിയർ, ലോസ് മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഇഫ് he does not do so, the insurer can avoid the payment. Clear. അവരുടെ പേയ്മെൻ്റ് എന്നോ ലയബിലിറ്റിയോ മറ്റുള്ള സെറ്റിൽ ചെയ്യുന്നതിൽ നിന്നും ലോസ് കോമ്പൻസേറ്റ് ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കി പോകാൻ ഇൻഷുറൻസ് കമ്പനിക്ക് കഴിയും. ഓക്കെ. But it must be remembered that though the insured is bound to do his best for the insurer, he is not bound to do so at the risk of his life. അല്ലേ, ഇനി ഫയർ സംഭവിക്കുന്നു വിചാരിച്ച് അവരുടെ ലൈഫിനെ പണയപ്പെടുത്തിക്കൊണ്ടൊന്നും ചെയ്യണമെന്നില്ല. ക്ലിയർ. ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെ എന്തെങ്കിലും മിറ്റിഗേഷൻ മെഷേഴ്സ് എടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ക്ലിയർ. ഫയർ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ പ്രിവെൻറ്റീവ് മെഷേഴ്സായിട്ട് ഇന്നത് ചെയ്യണമെന്ന് പറയണമെങ്കിൽ അതൊക്കെ ചെയ്യാം. ക്ലിയർ. ഫയർ സംഭവിച്ചു, കാണാൻ പറ്റുന്നു, നമുക്ക് എക്സ്റ്റിങ്ക്വിഷർ കയ്യിലുണ്ടെങ്കിൽ എക്സ്റ്റിങ്ക്വിഷർ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റും. പക്ഷേ ഫയറിനുള്ളിൽ പോയിട്ട് സ്റ്റോക്ക് സേവ് ചെയ്യണം, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ക്ലിയർ. അപ്പോൾ അതാണ് ഇവിടെ മിറ്റിഗേഷൻ ഓഫ് ലോസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ. അപ്പോൾ ഇൻഷുർഡിൻ്റെ അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിൻ്റെ ലൈഫിനെ പണയപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെ റിസ്ക് ആക്കിക്കൊണ്ടോ
മെഷേഴ്സ് എടുക്കണമെന്നൊന്നും അല്ല അവിടെ പറയണത്. പകരം ക്ലിയർ അതല്ലാത്ത സന്ദർഭത്തിൽ ഏത് രീതിയിൽ ലോസ് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുമോ, റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, അതിനനുസരിച്ച് എടുക്കണം. അതർവൈസ് ക്ലിയർ അത് നെഗ്ലിജൻ്റായിട്ട് വ്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് അവിടെ ലയബിലിറ്റി നിന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റും. So mitigation of loss means minimization or reduction of the loss. Clear? Severity of the loss, magnitude of the loss. ലോസിൻ്റെ അളവ് കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ വേറൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. അല്ലേ, ഇതും ഇൻഡെംനിറ്റി ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതും ഇൻഡെംനിറ്റിയുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രിൻസിപ്പിളാണ്. സോ ദി പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ ഈസ് അനദർ ഔട്ട്കം ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി, where there are two or more insurance on a same subject matter for the same risk. Clear? ഒരേ റിസ്കിന് വേണ്ടി ഒരേ സബ്ജക്റ്റ് മാറ്ററിന് വേണ്ടി ഒന്നിലധികം ഇൻഷുറേഴ്സിൽ ഇൻഷൂർ ഇൻഷുറേഴ്സ് ഉണ്ടെങ്കിൽ അല്ലേ, ഒരു ലോസ് സംഭവിക്കുന്ന സമയത്ത് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ കംസ് ടു പ്ലേ. ക്ലിയർ? ഒരേ സബ്ജക്റ്റ് മാറ്ററിന് ക്ലിയർ ഒരേ റിസ്കിന് വേണ്ടി ഒന്നിലധികം ഇൻഷുറൻസ് കമ്പനികളിൽ ഇൻഷുറൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സബ്ജക്റ്റ് മാറ്ററിന് ലോസ് സംഭവിക്കുമ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വരുന്നത്. ക്ലിയർ? ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റോക്ക് ക്ലിയർ നമ്മുടെ ബിസിനസ്സിൽ വരുന്ന ഇൻവെൻട്രി ഫയർ ഇൻഷുറൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഫയർ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഒരു കമ്പനിയിൽ ഫയർ ഇൻഷുറൻസ് ചെയ്തു, വേറൊരു കമ്പനിയിലും ഫയർ ഇൻഷുറൻസ് ചെയ്തു, വേറൊരു കമ്പനിയിലും ഫയർ ഇൻഷുറൻസ് ചെയ്തു, വേറൊരു കമ്പനിയിലും ചെയ്തു. അങ്ങനെ 4 കമ്പനിയിലും ഫയർ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. ഒരേ സ്റ്റോക്കിന് വേണ്ടിയിട്ട് തന്നെയാണ്, ഒരേ ഇൻഷുറൻസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ഒരേ റിസ്കിന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ആകെ 4 ലക്ഷം രൂപയുടെ ക്ലിയർ ഗുഡ്സാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ വെച്ചിരിക്കുന്നത്. ക്ലിയർ? ഫയർ സംഭവിച്ചു, കംപ്ലീറ്റ് ലോസും സംഭവിച്ചു എന്ന് വിചാരിക്കുക. 4 ലക്ഷം രൂപയുടെ സ്റ്റോക്കും നശിച്ചുപോയി. ക്ലിയർ? എങ്കിൽ അല്ലേ ഇൻഷുറൻസ് കമ്പനിയുടെ ലയബിലിറ്റി എന്താ? ഇൻഷുറൻസ് കമ്പനികൾ എന്ത് ചെയ്യുന്നു, അവരുടെ ലയബിലിറ്റിയെ പ്രപ്പോർഷനേറ്റ് ആയിട്ട് മാറ്റും. ക്ലിയർ? വാട്ട് ഇസ് ദ ടോട്ടൽ കോമ്പൻസേഷൻ പേയബിൾ? 4 lakh. ക്ലിയർ? ഓരോ കമ്പനിയിൽ ഇൻഷുർ ചെയ്തിരിക്കുന്ന ഒരേ എമൗണ്ടിനാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും, ഓരോ കമ്പനിക്കും സെയിം എമൗണ്ടിലാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നതെങ്കിൽ അല്ലേ, അപ്പോൾ അവരെന്ത് ചെയ്യും, 1:1:1:1 അവർ ആ റേഷ്യോയിലേക്ക് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 1/4 1/4 1/4 1/4 ആ രീതിയിൽ 4 പേരും ഡിവൈഡ് ചെയ്തെടുക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ക്ലിയർ ഈ ഇൻഷുർഡിന് കിട്ടുന്ന 4 ലക്ഷം രൂപ എന്തായാലും കിട്ടും. അപ്പോൾ ആദ്യത്തെ കമ്പനി 1 ലക്ഷം രൂപ തരും, രണ്ടാമത്തെ കമ്പനി 1 lakh കിട്ടും, മൂന്നാമത്തെ കമ്പനി 1 lakh തരും, നാലാമത്തെ കമ്പനി 1 lakh തരും. ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്താ, ഒന്നുകിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ക്ലിയർ 4 ലക്ഷം രൂപ ഇൻഷുറൻസിന് കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള കമ്പനികളുടെ അടുത്തൊക്കെ പൈസ ഇൻഷുറൻസ് കമ്പനിക്ക് അടയ്ക്കാൻ പറയും. ക്ലിയർ? ഈ രീതിയിൽ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ലോസിനെ. ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോസ് അമംഗ് ഓൾ അതർ ഇൻഷുറേഴ്സ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ. ക്ലിയർ? അപ്പോൾ ഒരു ലോസ് സംഭവിക്കുമ്പോൾ വരുന്ന നഷ്ടത്തിനെ മറ്റുള്ള ഇൻഷുറേഴ്സ് എന്ത് ചെയ്യുന്നു, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ എല്ലാ കോൺട്രിബ്യൂഷനും കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിസ്കിനെ കവറപ്പ് ചെയ്യുന്നത്. ആ പ്രിൻസിപ്പിളിന് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. സോ ദ എയിം ഓഫ് കോൺട്രിബ്യൂഷൻ പ്രിൻസിപ്പിൾ ഈസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദി actual amount of loss among the different insurers who are liable to pay compensation for the same risk under the different policies in respect of the same subject matter. ഒരേ സബ്ജക്റ്റ് മാറ്ററിന് ഒരേ റിസ്കിലേക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഡിഫറെൻറ്റ് ഇൻഷുറേഴ്സിന് ഒരേ സമയം അല്ലേ വരുന്ന ഒരു ലയബിലിറ്റി വരുമ്പോഴാണ് ഇത് അപ്ലിക്കബിൾ ആവുക. ക്ലിയർ? സോ any one insurance may pay to the insured in full amount of the loss covered by the policy and then become entitled to contribution from his co-insurers. ഇവരെ നമ്മൾ പറയുന്ന പേരാണ് കോ ഇൻഷുറേഴ്സ്. ആരാ ഈ കോ ഇൻഷുറേഴ്സ്? ഇങ്ങനെ ക്ലിയർ ബാക്കിയുള്ള കോൺട്രിബ്യൂഷൻ നൽകേണ്ട ബാക്കിയുള്ള ഇൻഷുറൻസ് കമ്പനികളെയാണ് നമ്മൾ കോ ഇൻഷുറൻസ് എന്ന് പറയുക. ക്ലിയർ? ഇപ്പോൾ 4 കമ്പനി ഉണ്ടെങ്കിൽ ഒരു കമ്പനി ഇൻഷുറൻസിൻ്റെ കോമ്പൻസേഷൻ മുഴുവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 3 ആൾക്കാർ കോ ഇൻഷുറേഴ്സ് ആണ്. ക്ലിയർ? ഒരേ സബ്ജക്റ്റ് മാറ്ററിന് ഒരേ റിസ്കിന് ഇൻഷുർ ചെയ്തിരിക്കുന്ന കമ്പനികളെയാണ് കോ ഇൻഷുറേഴ്സ് എന്ന് പറയുക. ക്ലിയർ? അപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യണം, റിസ്കിനെ ഷെയർ ചെയ്യണം. അവരവരുടെ പോർഷൻ ഓഫ് ക്ലിയർ ഷെയർ എന്ത് ചെയ്യണം, മറ്റേ കമ്പനിക്ക് കൊടുക്കണം. ഓക്കെ, കവേർഡ് ബൈ ദ സെയിം പോളിസി
become entitled to contribution from the co-insurers in proportion to the amount which each of them has undertaken to pay in the case of a loss. Clear? ഓരോ ഇൻഷുറൻസ് കമ്പനിയും ഈ ഇൻഷുർഡിന് ഏത് രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇൻഷുറൻസ് പോളിസി വന്നിരിക്കുന്നത്, അവരവരുടെ പ്രൊപ്പോർഷനേറ്റ് അനുസരിച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ക്ലിയർ? അപ്പോൾ സെയിം ആയിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ സെയിം ആയിട്ടുള്ള രീതിയിൽ, അതല്ല ഡിഫറെൻറ്റ് എമൗണ്ട് ആയിട്ടാണ് അവർക്ക് വന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള എമൗണ്ട് വെച്ചിട്ടായിരിക്കും കോമ്പൻസേറ്റ് ചെയ്യുക. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ കമ്പനി 3 ലക്ഷം രൂപയ്ക്ക്, വേറൊരു കമ്പനിക്ക് 1 ലക്ഷം രൂപ, വേറൊരു കമ്പനിക്ക് 50,000 രൂപ, വേറൊരു കമ്പനിക്ക് 25,000 രൂപ എന്നാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ഈ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും കോമ്പൻസേറ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഈ കമ്പനിക്ക് 25,000 രൂപയുടെ ആകെയുള്ള 4 ലക്ഷം രൂപയാണ് ലോസ് എങ്കിൽ ആ 4 ലക്ഷം രൂപയിൽ 25,000 രൂപയുടെ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് നോക്കി അതനുസരിച്ചിട്ടുള്ള എമൗണ്ടേ കൊടുക്കുള്ളൂ. ക്ലിയർ? പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓൺലി. ക്ലിയർ? ഇവിടെ 50 ലാഖിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ടേ കൊടുക്കുള്ളൂ, ആകെ 50,000 രൂപയേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ടേ കൊടുക്കുള്ളൂ. ഓക്കെ, ഇവിടെ 1 ലാഖിൻ്റെ പ്രൊപ്പോർഷനേ കൊടുക്കുള്ളൂ. ഓക്കെ, മേജർ പോർഷൻ ആർക്ക് തന്നെ വരും, ഈ കമ്പനിക്ക് തന്നെ വരും. തുല്യമായിട്ടാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നതെങ്കിലോ അതിനനുസരിച്ച് തുല്യമായിട്ട് അവർ വീതിച്ചെടുക്കും. ക്ലിയർ? So the contribution is the right of the insurer who has paid under the policy to claim upon other insurance to otherwise liable for the same loss to contribute for the payment. Clear? അപ്പം അങ്ങനെ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് മറ്റുള്ള ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലിയർ കോൺട്രിബ്യൂഷൻ ഈടാക്കാനുള്ള റൈറ്റിനെയാണ് കോൺട്രിബ്യൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലാതെ ഇൻഷുർഡിന് വ്യക്തികൾക്കുള്ള ഈടാക്കാനുള്ള റൈറ്റ് അല്ല. ക്ലിയർ? ഇൻഷുറൻസ് സംഭവിച്ചുള്ള വ്യക്തിക്ക് കോമ്പൻസേഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്, അത് ഓരോ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഈടാക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി എൻ്റെ മുഴുവൻ കോമ്പൻസേഷൻ കൊടുക്കും. ബട്ട് ഒരു ഇങ്ങനെ ഇൻഷുർ ചെയ്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി മുഴുവനായിട്ടും ഒരു ഇൻഷുറൻസ് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് മുഴുവൻ കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ സബ്ജക്റ്റ് മാറ്ററിന് അതേ റിസ്കിന് മറ്റുള്ള ഇൻഷുറൻസ് കമ്പനിക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ട ലയബിലിറ്റി ഉണ്ടെങ്കിൽ അവരിൽ നിന്നും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ട് വാങ്ങിക്കാനുള്ള റൈറ്റ് ഇൻഷുറൻസ് കമ്പനി കിട്ടും. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഡോക്ട്രിൻ ഓഫ് contribution അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ദ ഡോക്ട്രിൻ എൻഷുവേഴ്സ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോസസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഇൻഷുറൻസ്. ഇത് എവിടെയാണ് സംഭവിക്കുക, ഒരേ സബ്ജക്റ്റ് മാറ്ററിന് അല്ലേ മൾട്ടിപ്പിൾ ഇൻഷുറൻസ്, ഡബിൾ ഇൻഷുറൻസ് അല്ലെങ്കിൽ ട്രിപ്പിൾ ഇൻഷുറൻസ് എന്നുള്ള രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ക്ലിയർ? ഒരേ സബ്ജക്റ്റ് മാറ്ററിന് ഒരേ റിസ്കിന് ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മുടെ ഇൻഷുർഡ് എന്ന് പറയുന്ന കമ്പനിയോ വ്യക്തിയോ ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ഓക്കെ, in other words, the right to contribution arises when there are different policies which relates to the same subject matter and for the same risk. Clear? ഒരേ റിസ്കിന് ഒരേ സബ്ജക്റ്റ് മാറ്ററിന് ക്ലിയർ വിവിധ പോളിസികൾ പ്രകാരം വിവിധ കമ്പനിയിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവുള്ളൂ. ദ പോളിസീസ് കവർ ഇൻ ദ സെയിം പെരിൽ വിച്ച് ഹാവ് കോസ്ഡ് ദ ലോസ്. അല്ലേ, ഒരേ കാരണത്തിൻ്റെ ഫലമായിട്ടായിരിക്കണം, ഒരേ റിസ്കിന് വേണ്ടിയിട്ടായിരിക്കണം. അല്ലേ, പെരിൽ മീൻസ് റിസ്ക്, ഒരേ റിസ്കിന് വേണ്ടിയിട്ടായിരിക്കണം എല്ലാവരുടെയും ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടാവുന്നത്. ക്ലിയർ? ഓൾ ദ പോളിസീസ് ആർ ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം ഓഫ് ദ ലോസ്. ക്ലിയർ? ഈ ലോസ് സംഭവിക്കുമ്പോൾ എല്ലാ പോളിസികളും ഇൻഎഫക്റ്റീവ് ആയിരിക്കണം. ക്ലിയർ? ഒന്നിൻ്റെയും ടൈം കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നും വരാൻ പാടില്ല. ക്ലിയർ? അത് വാലിഡ് പീരീഡിൽ തന്നെ ആയിരിക്കണം എന്ത് ചെയ്തത് ലോസ് സംഭവിക്കുന്നത്, അപ്പം മാത്രമേ കോൺട്രിബ്യൂഷൻ അറേസ് ചെയ്യുള്ളൂ. ദെൻ വൺ ഓഫ് ദി ഇൻഷുറേഴ്സ് ഹാസ് പെയ്ഡ് ദി ഇൻഷുർഡ് മോർ ദാൻ ദി ഷെയർ ഓഫ് ലോസ്. എപ്പോഴാണ് കോൺട്രിബ്യൂഷൻ വരിക, ഒരു ഇൻഷുറൻസ് കമ്പനി അവരുടെ ഷെയർ ഓഫ് ലോസിനേക്കാളും കൂടുതൽ എമൗണ്ട് ഇൻഷുർഡിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഈടാക്കാം. ക്ലിയർ? അതാണ് കോൺട്രിബ്യൂഷൻ. ക്ലിയർ? സോ ഫോർ എക്സാമ്പിൾ 4 ലക്ഷം രൂപയുടെ ലോസ് വന്നു, ഒരു ഇൻഷുറൻസ് കമ്പനി തന്നെ മുഴുവൻ പൈസയും കൊടുത്തു, അപ്പോഴാണ് ബാക്കിയുള്ള ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഈടാക്കാൻ പറ്റുക. ഓക്കെ, അതല്ലെങ്കിലോ ഇവരുടെ 1 lakh റുപ്പി മാത്രമേ കൊടുത്തുള്ളൂ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഇൻഷുറൻസ് കമ്പനിക്ക് കോൺട്രിബ്യൂഷൻ അപ്ലൈ ഇല്ല. ക്ലിയർ? അപ്പം ഇവരെന്ത് ചെയ്യണം, 1 lakh റുപ്പി കൊടുക്കണം, അപ്പോൾ ഇവരെന്ത് ചെയ്യണം, 1 lakh റുപ്പി കൊടുക്കണം, ഇവരെന്ത് ചെയ്യണം, 1 lakh റുപ്പി കൊടുക്കണം. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് വാറണ്ടീസ്. വേറൊരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് വാറണ്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ വാറണ്ടി എന്ന് പറയുന്നത് സർട്ടൻ കണ്ടീഷൻസ് ആണ്. ക്ലിയർ? വാറണ്ടി ഹിയർ മീൻസ് സർട്ടൻ കണ്ടീഷൻ. ക്ലിയർ? ഇന്നതേ ചെയ്യാൻ പാടൂ, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് ഇൻഷുറൻസ് പോളിസിയിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വരണം, അതുണ്ടെങ്കിൽ മാത്രമേ ക്ലെയിമുകൾ സെറ്റിൽമെൻറ്റ് ചെയ്യുള്ളൂ. അതല്ലാത്ത രീതിയിൽ വരുന്ന ലോസുകൾക്ക് ഇൻഷുറൻസ് കമ്പനി ബാധകമാകില്ല. ക്ലിയർ? അങ്ങനെ ഇൻഷുറൻസ് കമ്പനി ചില കണ്ടീഷൻസ് സ്റ്റിപ്പുലേറ്റ് ചെയ്ത് അത് ബാധകമാക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് വാറണ്ടീസ്, പ്രിൻസിപ്പിൾ ഓഫ് വാറണ്ടി. ഓക്കെ,
സോ വാറണ്ടി നമ്മൾ സാധാരണ വാറണ്ടി ഗ്യാരണ്ടി എന്ന് പറയില്ല, റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ, ദർ ആർ സർട്ടൻ സ്റ്റിപ്പുലേറ്റഡ് കണ്ടീഷൻ ക്ലിയർ by which or through which insurance policies clear or policy holder needs to be acted ക്ലിയർ, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്ററിനെ മൂവ് ചെയ്യേണ്ടത് ആ രീതിയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിന് ആപ്ലിക്കബിൾ വരുള്ളൂ. ക്ലിയർ, ഇൻഷുറൻസിൻ്റെ ക്ലെയിമോ സെറ്റിൽമെൻറ്റോ വരുള്ളൂ. ഇത് പ്രത്യേകിച്ച് മറൈൻ ഇൻഷുറൻസിലാണ് വരിക. സോ അക്കോർഡിംഗ് ടു ദ മറൈൻ ഇൻഷുറൻസ് ആക്ട്, വാറണ്ടി ഈസ് ദാറ്റ് by which the assured undertakes that some particular thing shall or shall not be done. ഇന്നത് ചെയ്യാം അല്ലെങ്കിൽ ഇന്നത് ചെയ്യില്ല എന്ന് ഒരാൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുർ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ അടുത്ത് ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു, സമ്മതിപ്പിക്കുന്നു. ക്ലിയർ, അല്ലെങ്കിൽ അണ്ടർടേക്ക് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നു. ഓർ ദാറ്റ് സം കണ്ടീഷൻ ഷാൽ ബി ഫുൾഫിൽ, ഇന്നതൊക്കെ ചെയ്യാം, കണ്ടീഷൻ ചെയ്തിരിക്കാമെന്ന് പറയുന്നു. ഓർ വെർബൈ ഹി അഫേംസ് or negatives the existence of a particular state of facts. അല്ലെ, ഇന്ന കാര്യം ചെയ്യില്ല എന്നോ അല്ലെങ്കിൽ ഇന്ന കാര്യം സംഭവിക്കില്ല എന്നോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്യാമെന്നോ എന്ന് അവർ അഫേം ചെയ്യുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിനെയാണ് നമ്മൾ വാറണ്ടീസ് എന്ന് പറയുക. സോ വാറണ്ടി ഇൻ എ കോൺട്രാക്ട് ഓഫ് എ മറൈൻ ഇൻഷുറൻസ് ഈസ് സബ്സ്റ്റാൻഷ്യലി ദ സെയിം ആസ് ഓഫ് എ കണ്ടീഷൻ ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ. ക്ലിയർ, ഒരു സെയിൽ ഓഫ് ഗുഡ്സിൽ എന്തൊക്കെയാണോ ഒരു കണ്ടീഷൻസ് ആയിട്ട് പറയുക അല്ലേ, അതിനെ പോലെ തന്നെയുള്ളൊരു കണ്ടീഷനാണ് എന്ത്, നമ്മൾ മറൈൻ ഇൻഷുറൻസിൽ വരുന്ന വാറണ്ടി. ക്ലിയർ, ഇപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് നമ്മൾ അനുസരിച്ചിട്ട് സെയിൽ ചെയ്യുന്ന സമയത്ത് ആ ഗുഡ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലേ, ആ ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചില കണ്ടീഷൻസ് പറയും. ഓക്കെ, അതേപോലെ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ ഡാമേജസ് വരുമ്പോൾ അത് ക്ലെയിം ചെയ്യാൻ പറ്റൂ. അതുപോലെ ക്ലിയർ, ഇവിടെ ഒരു മറൈൻ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ തന്നെ ആ പോളിസിയുടെ ലോസ് കവർ ചെയ്യുന്നതിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഇന്നത് ചെയ്യാൻ പാടില്ല, ക്ലിയർ, ഇന്ന ഈവൻറ്റ്സ് നമ്മൾ അവിടെ സാധ്യമാക്കും, ഇന്നത് സാധ്യമാക്കില്ല, അല്ലെങ്കിൽ ഇന്ന വരുന്നതിന് പ്രിവെൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടീഷൻസ് നമ്മൾ സ്റ്റിപ്പുലേറ്റ് ചെയ്യും കമ്പനി. അത് എഗ്രി ചെയ്യും ആര്, അത് അഫേം ചെയ്യും ആര്, ഇൻഷുറൻസ് പോളിസി ഹോൾഡർ. ക്ലിയർ, അങ്ങനെയുള്ള കേസിൽ വാറണ്ടി അപ്ലിക്കബിൾ ആവും. ക്ലിയർ, സോ ദർ ആർ സർട്ടൻ കണ്ടീഷൻ ആൻഡ് പ്രോമിസസ് ദി ഇൻഷുറൻസ് കോൺട്രാക്ട്. It gives the aggrieved party the right to avoid the contract. Okay, so warranty is an important condition in the insurance contract which is fulfilled by the insured. So there are two type of warranty, expressed warranty and implied warranty. Okay, രണ്ട് തരത്തിലുള്ള വാറണ്ടി സാധാരണ മറൈൻ ഇൻഷുറൻസ് വരാറുണ്ട്. എക്സ്പ്രസ്ഡ് വാറണ്ടി ഉണ്ട്, ഇംപ്ലൈഡ് വാറണ്ടി. എക്സ്പ്രസ്ഡ് വാറണ്ടി എൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ അല്ലേ, ദാറ്റ് ഈസ് റിട്ടേൺ ഇൻ വേർഡ്സ് അല്ലേ, എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. എവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു, ഇൻ ദ ഇൻഷുറൻസ് കോൺട്രാക്ട് ഇറ്റ് സെൽഫ്. ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ വാറണ്ടി എക്സ്പ്രസ്ഡ് വാറണ്ടിയാണ് അല്ലേ. ചില കാര്യങ്ങൾ ഇൻഷുറൻസ് കോൺട്രാക്റ്റിലൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എങ്കിലും അത് ഫോളോ ചെയ്തിരിക്കണം, പോളിസിയുടെ ഭാഗമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇംപ്ലൈഡ് വാറണ്ടി. ക്ലിയർ, ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് സ്റ്റേറ്റഡ് ഇൻ ദി policy clearly, writtenly, clear in written words, clear, while taking a policy, by way of taking a policy, because of we have taken a policy, we need to do these things, these conditions, follow these conditions. Clear, this is implied warranty nu parayum. Okay, so such warranties are called implied warranty. Okay, avada endu cheyyunnilla, they are not warranties, do not have mentioned in the policy, but they are applicable. Okay, so it is important condition in the insurance contract which is to be fulfilled by the insured. Clear, so the breach of this warranty, the insurer will be clear escaped from the liability, or he cannot be held liable for the compensation. Clear, അങ്ങനെ കണ്ടീഷൻസ് ബ്രീച്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ, അതിന് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇവർ കോമ്പൻസേഷന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും ഇൻഷുറൻസ് കമ്പനിക്ക്. ക്ലിയർ, അപ്പോൾ അതിന് എക്സ്പ്രസ്ഡ് വാറണ്ടി എന്താണ്, ഇംപ്ലൈഡ് വാറണ്ടി എന്താണ് നോക്കാം. സോ an express warranty is one which is expressly stated in the policy of insurance and it must be included in the written upon the policy തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു. There is no limit to the number of express warranty. എത്ര കണ്ടീഷൻ സ്റ്റേറ്റ് ചെയ്യുന്ന ലിമിറ്റ് ഒന്നുമില്ല, എത്ര വേണമെങ്കിലും സ്റ്റേറ്റ് ചെയ്യാം. ബട്ട് those generally included in marine insurance policy are that of the ship is shipworthy, seaworthy. ഒരു ഷിപ്പ് സീവർത്തി ആയിരിക്കണം. എന്താ സീവർത്തി എന്ന് പറഞ്ഞാൽ സീയിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഷിപ്പായിരിക്കണം അല്ലേ. അപ്പോൾ സീയിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലേ,
ടൈറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ചെറിയ ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. ഓക്കെ, ഇതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊട്ടക്ഷനും അല്ലെ പ്രിവെൻഷനും ഒക്കെ എടുത്തിട്ടുള്ള തരത്തിലുള്ള സീ വർത്തി ആയിട്ടുള്ള ക്ലിയർ സീ ട്രാൻസ്പോർട്ടേഷൻ, ഓഷ്യൻ ട്രാൻസ്പോർട്ടേഷന് കേപ്പബിൾ ആയിട്ടുള്ള ക്ലിയർ ക്വാളിറ്റിയുള്ള ഷിപ്പായിരിക്കണം അത്. അങ്ങനെയുള്ളൊരു കണ്ടീഷൻ അതിൽ അറ്റാച്ച് ചെയ്യും നോർമലി ക്ലിയർ ഓൺ എ പർട്ടിക്കുലർ ഡേ ദാറ്റ് ദ ഷിപ്പ് വിൽ സെയിൽ ഓൺ എ സ്പെസിഫൈഡ് ഡേ. ഇന്ന സമയത്തെ ഇത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, സെയിൽ ചെയ്യുക. അപ്പോൾ പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഒരു വോയേജ് പോളിസിയാണെന്ന്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോളിസിയാണെന്ന് വിചാരിക്കുക. ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരാമെന്ന് വിചാരിക്കുക, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരാമെന്ന് വിചാരിക്കുക. ആ സമയത്തിനുള്ളിൽ തന്നെ ആയിരിക്കണം ഈ വോയേജ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവേണ്ടത്. ക്ലിയർ? അപ്പോൾ അതൊരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ ദ ഷിപ്പ് വിൽ പ്രൊസീഡ് ടു ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ക്ലിയർ? ഒരു ഡെസ്റ്റിനേഷൻ, ഫോർ എക്സാമ്പിൾ മുംബൈ ടു ലണ്ടൻ വയ ഇന്ന റൂട്ടിലാണെങ്കിൽ ആ റൂട്ടിൽ ആ ഡെസ്റ്റിനേഷനിൽ തന്നെ പോകണം. ഇപ്പോൾ ലണ്ടനിലേക്ക് എന്ന് പറഞ്ഞിട്ട് ന്യൂയോർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പോളിസിയുടെ പ്രൊട്ടക്ഷൻ കിട്ടില്ല. ക്ലിയർ? ഈ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പോളിസി തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, വ്യക്തമായി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ? അങ്ങനെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻസിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ റിട്ടേൺ ആയിട്ടുള്ള എക്സ്പ്രസ് വാറണ്ടീസ് എന്ന് പറയാം. ദീസ് ആർ ദ കണ്ടീഷൻ വിച്ച് ആർ സ്റ്റേറ്റഡ് ഇൻ ദി insurance policy itself. Then implied warranty. So implied warranties are conditions not incorporated in the policy but are assumed to have been included in the policy by law, custom and practice. Clear? നിലവിലുള്ള കസ്റ്റമോ പ്രാക്ടീസോ നിയമമോ ഒക്കെ അനുസരിച്ച് അത് പ്രത്യേകം ഇൻഷുറൻസ് പോളിസിയിലൊന്നും കാണിച്ചെങ്കിൽ പോലും ക്ലിയർ അങ്ങനെ ആയിരിക്കണമെന്ന് നിയമം പറയുന്നുണ്ട്. ഇപ്പം മറൈൻ ഇൻഷുറൻസ് ആക്ട് പറയുന്നു ക്ലിയർ ചില കാര്യങ്ങളൊന്നും ഇൻഷുറൻസ് പോളിസി തന്നെ വ്യക്തമായി സ്റ്റേറ്റ് ചെയ്യണമെന്നില്ല. അല്ലേ, ഒരു ഓഷ്യൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ഷിപ്പ് സീ വർത്തിയാണ് അല്ലെങ്കിൽ ഓഷ്യനിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കേപ്പബിൾ ആണെന്ന് വേറെ പ്രത്യേകം എഴുതി ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ കാരണം, അത് മറൈൻ ഇൻഷുറൻസ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട്, നിയമപ്രകാരം തന്നെ പറയുന്നുണ്ട്. എന്ത്, ഓഷ്യനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ഷിപ്പ് എന്ത് ചെയ്യണം, അതിൻ്റെ ഷിപ്പിൻ്റെ ഓണർ അത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഒരു വോയേജോ കാർഗോ ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അതിൻ്റെ ഷിപ്പിൻ്റെ മെയിൻ്റനൻസ് ഉറപ്പ് വരുത്തിക്കണം, റിപ്പയർ ഉറപ്പ് വരുത്തിക്കണം, അതിൻ്റെ കേപ്പബിലിറ്റി ഉറപ്പ് വരുത്തിക്കണം, അത് ഫിറ്റ് ഫോർ സെയിലിങ്സ്, ഫിറ്റ് ഫോർ വോയേജ് എന്ന് ഉറപ്പ് വരുത്തിക്കണം, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അത് പ്രത്യേകമായി എഴുതി ചേർക്കണമെന്നില്ല. ക്ലിയർ? അപ്പോൾ അതിൽ വരുന്ന 2-3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇംപ്ലൈഡ് വാറണ്ടി ആയിട്ട് വരാമെന്ന്. ഒന്ന് സീ വർത്തിനെസ്. ക്ലിയർ? ഇപ്പോൾ സീ വർത്തിനെസ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണമെന്നൊന്നുമില്ല. ഇറ്റ് ഈസ് ക്ലിയർ implied that ship which is sailing through the sea needs to be seaworthy. Clear? അപ്പോൾ അത് സീ പെരിൽസിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, നോർമലി വരാവുന്ന സീ പെരിൽസിന് അല്ലേ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സീ വർത്തിനെസ് ഉണ്ടായിരിക്കണം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു സൈക്ലോൺ വന്നു, ഷിപ്പ് നഷ്ടപ്പെട്ടു, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇത് വരാൻ പാടില്ല. ഒരു പെട്ടെന്ന് ഒരു ടൈഡ് ഫോർമേഷൻ, പ്രത്യേക സുനാമി വന്നു, അപ്പോൾ ഷിപ്പ് നഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷിപ്പ് ആവണമെന്നില്ല അല്ലേ. അതല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയുള്ളൊരു ടൈഡ് ഫോർമേഷൻ വന്നു, ഷിപ്പ് മുങ്ങിപ്പോയി അല്ലേ. അതല്ലെങ്കിൽ ഒരു ഇപ്പോൾ വെയിൽ അല്ലേ, ബ്ലൂ വെയിൽ പോലുള്ള ഏതെങ്കിലും വെയിലിൻ്റെ അറ്റാക്ക് വന്നു, ഷിപ്പ് ഇതായി, അതിനുള്ള നഷ്ടം അല്ലേ. അങ്ങനെയൊന്നും നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയുള്ള ഈവൻസ് ആണ്. അതിനൊക്കെ അതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഷിപ്പിനെ പ്രൊട്ടക്റ്റ്, അങ്ങനെയുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു ഷിപ്പ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇൻ നോർമൽ കേസ് ഒരു ഷിപ്പ് എന്ന് പറയുമ്പോൾ നോർമൽ സെയിലിങ്ങിന് പറ്റുന്ന, നോർമൽ പെരിൽസ് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഓർഡിനറി ആയിട്ടുള്ള രീതിയിൽ ഒരു സീയിലൂടെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണോ ചെയ്യുന്നത്, വെഞ്ചറിങ് എങ്ങനെയാണോ ചെയ്യുക, അഡ്വഞ്ചർ എങ്ങനെയാണോ ചെയ്യുക, അതിനനുസരിച്ച് കേപ്പബിൾ ആയിരിക്കണം. ഓക്കെ, അല്ല ടൈം ഓഫ് പോളിസിയിൽ ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈമിൽ തന്നെയായിരിക്കണം ചെയ്യേണ്ടത്. ഇന്ന വോയേജ് റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വോയേജ് റൂട്ടിൽ തന്നെ ആയിരിക്കണം പോകേണ്ടത്. ക്ലിയർ? ഇൻ്റർനാഷണൽ സീ റൂട്ടിലൂടെ മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ സീ റൂട്ടിലൂടെ മാത്രമേ പറ്റുള്ളൂ അല്ലേ. ഒരു ഇൻ്റർനാഷണൽ പോളിസിയാണ്, കാർഗോ ഷിപ്പാണെന്ന് വിചാരിക്കുക, ഇൻ്റർനാഷണൽ സീ റൂട്ടിലൂടെയാണ് കാർഗോ ഷിപ്പുകൾ പോകേണ്ടത്. ക്ലിയർ? ഇൻ്റർനാഷണൽ കാർഗോ മൂവ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഷിപ്പ് അതിൽ നിന്ന് മാറി സഞ്ചരിച്ചു, അപ്പോൾ ഒരു നഷ്ടം സംഭവിച്ചു, അതിന് നമുക്ക് ക്ലെയിമിന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി തരില്ല എന്ന് പറയും. കാരണം എന്താ, അവർ റൂട്ട് മാറിയിട്ടായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവുക. ക്ലിയർ? അവിടെ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, ഇംപ്ലൈഡ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? വിത്തൗട്ട് സ്റ്റേറ്റിംഗ് ഇൻ ദി പോളിസി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഹെൽഡ് ലയബിൾ ആക്കി മാറ്റാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വാറന്റഡ് ആണ്, ഇന്ന കാര്യങ്ങൾ പാലിച്ചിരിക്കണം എന്ന്. ഓക്കെ, സോ ഷിപ്പ് മസ്റ്റ് ബി സീവർത്തി ആൻഡ് അറ്റ് ദി കമൻസ്മെന്റ് ഓഫ് ഈച്ച് സ്റ്റേജ് അല്ലേ. ഒരു വോയേജ് ആണെങ്കിൽ വോയേജ് തന്നെ സ്പ്ലിറ്റ് ആണെന്ന് വിചാരിക്കുക,
ഒരു സ്ഥലം മുതൽ മറ്റൊരു സ്ഥലം വരെ, അത് കഴിഞ്ഞ് വേറെ ആ സ്ഥലത്ത് മുതൽ വേറെ സ്ഥലം വരെ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വോയേജ് എങ്കിൽ അല്ലേ, ഇത് പാസഞ്ചർ വോയേജ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സ്ഥലം വരെ പോകുന്നു, അത് കഴിഞ്ഞ് അവിടുത്തെ പാസഞ്ചർ പിക്ക് ചെയ്യുന്നു, എന്നിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ ഓരോ സ്ഥലത്തു നിന്നും വീണ്ടും യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, അത് സീവർത്തിയാണെന്ന് അവർ തന്നെ ഉറപ്പുവരുത്തണം. ഓരോ തവണയും സീവർത്തിയാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓരോ വോയേജിന് സമയത്തും സീവർത്തിയായിരിക്കണം. ക്ലിയർ? ഇനി ഒറ്റ ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത് വിചാരിക്കുക, ഒരു സിംഗിൾ വോയേജ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പുറപ്പെടുന്ന സമയത്ത് സീവർത്തിയാണെന്ന് നോക്കിയാൽ മതി. അതിന് ശേഷം എന്തെങ്കിലും കേട് വന്നാൽ പിന്നെ പ്രോബ്ലം ഇല്ല. ക്ലിയർ? നമുക്ക് കോമ്പൻസേഷൻ കിട്ടുന്നതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു, സീവർത്തിനെസ് ഒരു ഇംപ്ലൈഡ് വാറണ്ടി ആയിട്ട് പറയാം. അതുപോലെ തന്നെ ലീഗാലിറ്റി ഓഫ് ദ വോയേജ് ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. വോയേജ് നിയമപ്രകാരമായിട്ട് അംഗീകരിക്കപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് പാസഞ്ചർ ഷിപ്പാണെങ്കിൽ അതിന് അനുബന്ധമായിട്ടുള്ള അതിനുള്ള ലൈസൻസ് ഉള്ളതോ, അതല്ലെങ്കിൽ കാർഗോ ഷിപ്പാണെങ്കിൽ അതിനുള്ള ലൈസൻസും പെർമിറ്റ്സ് ഒക്കെ ഉള്ളതോ ആയിട്ടുള്ള ഷിപ്പുകളായിരിക്കണം. അതല്ലാത്ത ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി വോയേജ് നടത്തി എന്നിട്ട് നഷ്ടം സംഭവിച്ചു അല്ലേ, സ്മഗ്ലിങ്ങിന് വേണ്ടിയിട്ടോ ട്രാഫിക്കിന് വേണ്ടിയിട്ടോ അല്ലേ, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിന് വേണ്ടിയിട്ടോ എക്സ്പ്ലോസീവ്സോ അല്ലെങ്കിൽ ആംസോ അമ്യൂണേഷനൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ ഗവൺമെൻറ് അറിയാതെയോ അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാതെയോ ലൈസൻസ് ഇല്ലാതെയോ ചെയ്യുന്ന ഒരു വോയേജിന് വേണ്ടി പോയി അപ്പം നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ കിട്ടില്ല. കാരണം എന്താ, ഇറ്റ് ബിക്കം ഇല്ലീഗൽ. ക്ലിയർ? ലീഗൽ വോയേജ് അല്ല അത്. അതുകൊണ്ട് ഓക്കെ, ഇതും പ്രത്യേകം എഴുതി ചേർക്കണമെന്നൊന്നുമില്ല. നമ്മൾ പോളിസിയിൽ ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലിയർ? കാരണം എന്താ, നിയമപ്രകാരം അത് ഇംപ്ലൈഡ് ആണ് അല്ലേ. ലീഗലായിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ വോയേജ് ചെയ്യാൻ പാടുള്ളൂ, അതിന് വേണ്ടി മാത്രമേ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കൊടുക്കുള്ളൂ. ക്ലിയർ? അതുപോലെ തന്നെ നോൺ ഡീവിയേഷൻ അല്ലേ, ഒരു പാത്ത് ഡിക്ലെയർഡ് പാത്ത് ഉണ്ടെങ്കിൽ ആ പാത്തിലൂടെ മാത്രമേ യാത്ര ചെയ്യാമല്ലോ. സേ ഫോർ എക്സാമ്പിൾ ഇൻ്റർനാഷണൽ സീ റൂട്ട് എന്നാണ് നമ്മൾ പറയാം. ക്ലിയർ? ഇൻ്റർനാഷണൽ സീ റൂട്ട്. ക്ലിയർ? ISR. ഇപ്പോൾ ഇൻ്റർനാഷണൽ സീ റൂട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പാത്താണ്. ക്ലിയർ? ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇൻ്റർനാഷണൽ സീ റൂട്ട്. അപ്പോൾ ആ സീ റൂട്ടിലൂടെയുള്ള യാത്രയാണ് പെർമിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാഫിക്കിൽ അതിലൂടെ മാത്രമേ പാടൂ. ക്ലിയർ? അതല്ലാതെ ഡീവിയേറ്റ് പോകുമ്പോൾ അവിടെയുള്ള സീയുടെ നേച്ചർ എന്താണ് അതൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അവിടെ എന്തെങ്കിലും പെരിൽസ് സംഭവിക്കുകയാണ്, ഡീവിയേറ്റ് ചെയ്തിട്ട് പെരിൽസ് സംഭവിക്കുകയാണ്, നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ, റിസ്ക് വരികയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് അതിന് ഒഴിവാകാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, വാറണ്ടി എന്ന് പറയുന്നത്. ക്ലിയർ? സോ ദീസ് ആർ സം ഓഫ് ദി ആസ്പെക്ട്സ് റിലേറ്റഡ് ടു ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ.